മൈലേജ് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒറ്റയടിക്ക് കയറി പോവായിരിക്കും. ഇത് മുട്ടിച്ച് പിടിച്ച KSRTCക്ക് എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി ചവിട്ടിയില്ലോ, അവിടെയും വണ്ടി ചവിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നിർത്തിയതാണ്. ആ ലൈനിൻ്റെ അവിടെ ഒടിഞ്ഞ് കിട്ടിയില്ല കേട്ടോ. സംഭവം ഒരു അബദ്ധം പറ്റി. ഒരു വെയിറ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം, നമ്മൾ ഉള്ളത് തേനിയിലാണ്. അപ്പോൾ തേനിയിൽ നമ്മൾ ലോഡ് കയറ്റാനായിട്ട് വന്നതാണ്. പിണ്ണാക്കും അതുപോലെ തന്നെ നമ്മളുടെ പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ ചിരി വരുന്നില്ലേ, പിണ്ണാക്കും അതുപോലെ തന്നെ തവിടും. അപ്പോൾ ആ രണ്ടും ലോഡ് കയറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ കോട്ടയം സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ വഴി ശരിക്കും പറഞ്ഞാൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി നമുക്ക് ലോറിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ അവന് വലിയ ഐഡിയ കുറവാണ്. അവന് ചെങ്കോട്ട ഏതോ വരെയുള്ള സ്ഥലം അറിയാം, അത് കഴിഞ്ഞിട്ടുള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കി നല്ല വേണം പോകാൻ. അപ്പോൾ ഇത് ലോഡ് കയറ്റി കഴിഞ്ഞു, അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പായൊക്കെ ഇട്ട് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളുടെ ഇവിടേക്ക് പോകണം. എന്താ പറയുക, ബ്രോക്കർ ഓഫീസ് ഉണ്ടല്ലോ, അവിടേക്ക് നമുക്ക് പോകണം. ബ്രോക്കർ ഓഫീസിൻ്റെ അവിടെ നിന്ന് പോയിട്ട് വേണം നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ മേടിച്ച് പോകാനായിട്ട്. അപ്പോൾ അജീഷ് വണ്ടി എടുത്ത് വരുന്നുണ്ട് കേട്ടോ. സൈഡിലൊക്കെ ലൈറ്റ് ഉള്ള കാരണം കുഴപ്പമില്ല, മൊത്തം സൈഡൊക്കെ കാണാൻ പറ്റും. അല്ലാണ്ട് ആ ഒരു പ്രശ്നമില്ല. സാധാരണഗതിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയായി കഴിഞ്ഞാൽ ബാക്ക് കാണാൻ പറ്റില്ല, സൈഡ് കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട കാരണം കുഴപ്പമില്ല. ലോഡ് ഹൈറ്റ് ഉണ്ടെന്നുള്ളൂ കേട്ടോ, വലിയ വെയിറ്റ് ഒന്നും ഉള്ളതല്ല. സാധാരണ 10 വെച്ച് നോക്കുമ്പോൾ 25 10 ഉള്ളതിന് നമ്മൾ 22 10 കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക 10 കുറവേ ഉള്ളൂ. പക്ഷേ ലോഡിൻ്റെ ഹൈറ്റ് വെയിറ്റ് കുറഞ്ഞ ചാക്കുകളായതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈറ്റിലാണ് ലോഡ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അജീഷ് ലോഡ് കയറ്റി വേണ്ട വരും. പോസ്റ്റും മുകളിലുള്ള സാധനങ്ങളും ഒക്കെ നോക്കണം കേട്ടോ. ഇത്ര ഹൈറ്റ് ലോഡായതുകൊണ്ടേ അമ്മേ വണ്ടി വരുന്ന നോക്കിയേ എൻ്റെ പൊന്നു. ട്രാക്ടർ ഓ ഓക്കെ, ബ്ലേഡ് കനത്തിനാട്ടാ പോകുന്നത്. എന്തായാലും രക്ഷപ്പെട്ടു. അജീഷേ പോവല്ലേ ആദ്യം ബ്രോക്കർ ഓഫീസ് അല്ലേ? ഉള്ളിലത്തെ ലൈറ്റ് ഒക്കെ ഇട്ടിരുന്ന് ആകെ നീല കളറിലാണല്ലോ നീ ഇരിക്കണേ. മറ്റേ ശ്രീകൃഷ്ണന്റെ പേര് മാറ്റി. ആ അന്ന് കാണില്ല, ആംബിയൻസ് ലൈറ്റ് ഇട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആംബിയൻസ് ഉണ്ടാവുള്ളൂ. നമ്മൾ നേരെ ബ്രോക്കർ ഓഫീസിൽ പോയി നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. നമുക്കൊരു 100-300 കിലോമീറ്ററിന് അടുത്തുണ്ടാവില്ലേടാ? 300 കിലോമീറ്ററിന്റെ മുകളിലുണ്ടാവുള്ളൂ. കുറയില്ല. ട്രിപ്പ് ഇട്ടുണ്ടോ നീ? ട്രിപ്പ് ഇട്. അല്ല 2 ട്രിപ്പില്ലേ? 2 ട്രിപ്പില്ലേ? ആ അപ്പോൾ അതിട്. നമുക്ക് ലോഡ് ഇറക്കാനായിട്ട് പോകേണ്ടത് കൊട്ടാരക്കര, പുത്തഞ്ചന്ത, കൊല്ലം അവിടേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ തേനിന്നാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചാണ് പോകാൻ പോകുന്നത്. ഉസ്ലാംപെട്ടിക്കാണ് ഫസ്റ്റ് പോണത്. പുനലൂരിൽ കൊല്ലം. അപ്പൊ നിങ്ങൾക്ക് വഴിയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് അറിയോ? തെങ്കാശി നിങ്ങടെ അറിയില്ല. അപ്പൊ നമുക്ക് ചോദിച്ചു പോവാലോ ഇപ്പൊ എവിടെങ്കിലും വഴിയിലേ. ഇവിടുന്ന് നമ്മ മധുര റോഡിൽ പോയിട്ട് ഒരു 45 കിലോമീറ്റർ കഴിയുമ്പോൾ തിരിയുക. തെങ്കാശി തെങ്കാശി പിന്നെ അങ്ങോട്ട് അറിയാം. കുഴപ്പമില്ല, നമുക്ക് ചോദിച്ചു പോവാലോ. തെങ്കാശി അങ്ങോട്ട് തൂത്തുക്കുടിക്ക് പോയിട്ടുള്ളൂ, തേനിക്ക് വന്നിട്ടില്ല. അപ്പൊ അത് നീ എന്റെ ഒരു പുതിയ റൂട്ടാണ്. എന്റെ പുതിയ റൂട്ടാണ്, എന്റെയും പുതിയ റൂട്ടല്ലേ? ഞാൻ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നിന്റെ അടുത്ത്. ശരിയാ. ഞാൻ വന്നത് എനിക്ക് പോലും ഓർമ്മയില്ല. ഞാൻ എൻ്റെ അടുത്ത് സംസാരത്തിൽ പറഞ്ഞിട്ടുള്ളതാ. റൂട്ടിനെ കുറിച്ച് ഞങ്ങൾ കുറേ സംസാരിച്ചായിരുന്നേ. അപ്പോൾ റൂട്ട് ഞാൻ ഇറങ്ങി വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേക്കടി തേക്കടിയിൽ നിന്ന് വന്യ സംരക്ഷണ കേന്ദ്രമൊക്കെ കണ്ട് അവിടെ നിന്ന് ആ വഴിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കമ്പം തേനി വഴിക്ക് ഇറങ്ങി കൊടൈക്കനാലിലേക്കാണ് പോയത്. അപ്പോൾ ആ വഴി പറഞ്ഞപ്പോൾ ഇവൻ ആ വഴിക്ക് പോയിട്ടില്ല, ഞാൻ ആ വഴിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കാറിലായിരുന്നു പോയിരുന്നത്.
കാറിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഓരോ സ്ഥലങ്ങളും നോക്കിയിട്ടൊന്നുമല്ലല്ലോ പോവുക. പക്ഷേ ഇതിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ, ഇപ്പോൾ ഇവൻ പറഞ്ഞ ഓരോ സ്ഥലങ്ങളും നമ്മുടെ വീഡിയോയിൽ റെക്കോർഡഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും പിന്നെ നമുക്ക് പോകേണ്ട വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അന്ന് പോയ വീഡിയോ അങ്ങോട്ട് എടുക്കും, വീഡിയോ എടുത്ത് നോക്കും ഏതാണ് വഴി പറഞ്ഞിട്ടുള്ളത്, ആ വഴിക്ക് അങ്ങോട്ട് നേരെ പോകാം. അല്ല എങ്ങനെയായിക്കോട്ടെ, നീ പണ്ണന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയ കാരണം ഇനിയിപ്പോൾ നീയല്ല ആരായി കഴിഞ്ഞാലും നമുക്ക് പോകേണ്ട ഒരു അവസരം വരുമ്പോൾ വഴി ഈ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെല്ലാ കാര്യം വീഡിയോയിലൂടെ പറഞ്ഞിടുമ്പോൾ നമുക്ക് തന്നെ അത് എപ്പോഴെങ്കിലും ആവശ്യം വരും, നമ്മൾ മറന്നുപോയി കഴിയുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ എനിക്ക് വരാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു വയറായിരിക്കുമ്പോൾ വരെ ആ വീഡിയോ എടുത്ത് മഞ്ഞ വയറാന്നൊക്കെ കൊടുത്ത് പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഇത് എടുത്ത് നോക്കാൻ. ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരാളുടെ പേരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകണ്ടാവും, പിന്നീട് നമുക്ക് അയാളൊന്ന് വിളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ പഴയ വീഡിയോ എടുത്തിട്ട് അയാളെ കാണിച്ചിട്ടുണ്ടല്ലോ, അയാൾ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ആ പേര് തപ്പി പിടിക്കാറ് ആ വീഡിയോ എടുത്ത് കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് വളരെയധികം ഉപകാരം ഉണ്ട് കേട്ടോ. പല ആൾക്കാർക്കും അത് എന്താ പറയുക വീഡിയോ പിടിക്കുന്നത് ചമ്മലാണ് അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഗുണങ്ങളും നമുക്ക് അതോടൊപ്പം തന്നെ കിട്ടും. അതുപോലെ പോയ വഴികൾ, കടകൾ, ഇതൊക്കെ നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് വെക്കുമ്പോൾ ഇന്ന വഴിക്ക് പോയപ്പോൾ അത് ശരി തന്നെ കേട്ടോ, ഈ വഴി തന്നെ കേട്ടോ, അങ്ങനെ തെറ്റൂല എന്ന്. അങ്ങനെ കുറേ ആദ്യത്തെ ഒരു കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് വഴി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമുള്ള കേസല്ല. ആദ്യം നമുക്കൊരു അറിവിന് വേണ്ടിയിട്ട് ഇതൊക്കെ അത്യാവശ്യമാണ്. അല്ലേ അജീഷേ? അജീഷിനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ ഭാര്യയോടും അതേപോലെ തന്നെ രാജേഷിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, അല്ലേ രാജേഷേ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയണം, അറിയില്ലെങ്കിലും ഒന്ന്. അത് കുഴപ്പമില്ല, അജീഷ് പുതിയതല്ല, അവൻ പഠിച്ചു വരണുള്ളൂ. അപ്പം അതേ പ്രതീക്ഷ ഏട്ടാ എന്ന് പറഞ്ഞേനപ്പോ. അപ്പൊ അങ്ങനെ ക്യാമറ നീ മെല്ലെ ഫേസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്താ കുഴപ്പം ക്യാമറ ഫേസ് ചെയ്യാൻ? ഒരു പേടിയും വേണ്ട. അല്ല പിന്നെ ഇത് ആദ്യത്തെ ഒരു പേടി മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഒന്നും ഒരു പേടി ഉണ്ടാവില്ലടാ. നമ്മളിപ്പോ ഇവിടേക്ക് അധികം ദൂരം ഇല്ലല്ലോ, നമ്മളുടെ മറ്റേ ബ്രോക്കർ ഓഫീസിന്റെ അവിടേക്ക്. അപ്പൊ നേരെ ബ്രോക്കർ ഓഫീസിന്റെ അവിടേക്ക് പോകാട്ടോ നമുക്ക്. അപ്പൊ എന്തായാലും നമുക്കിന്ന് ലോഡ് സെറ്റ് ചെയ്ത് തന്നവര് കുറേ ബ്രോക്കർ ഓഫീസിൽ പോയി. നമ്മൾ 5 ബ്രോക്കർ ഓഫീസിൽ ഞാൻ കയറി ഇറങ്ങി, എല്ലാവർക്കും നമ്പർ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ രണ്ടാമതും വിളിച്ച് ചോദിച്ചു എവിടെയെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ എവിടെ ആയിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞ് ഈ ലോഡല്ലാണ്ട് വേറെ ഇന്നേക്ക് റെഡി ആവണം ഒറ്റ ലോഡില്ല. പിന്നെ ഒരു ലോഡ് ഉണ്ടായിരുന്ന പരിപ്പിൻ്റെയാണ്. അത് ഞങ്ങൾ വന്നേക്കാരും 5 മിനിറ്റ് മുന്നേ തന്നെ ഒരു വണ്ടിക്ക് പറഞ്ഞ് സെറ്റായി. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ വണ്ടിക്കാരൻ വന്നതും കാര്യങ്ങൾ ചെയ്തൊക്കെ. പക്ഷെ ഞങ്ങൾക്കൊരു 5 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടുപോയി. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ നമ്മുടെ ഓഫീസ് അല്ലേ, ഇതേ ആ വഴിയുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി, ഓഫീസിലിറങ്ങി, അതിൻ്റെ ബില്ലും കാര്യങ്ങളും എന്നിട്ട് പിന്നെ ഈ ബില്ല് സാധനങ്ങൾ, അതുപോലെ തന്നെ കടയിൽ കൊടുക്കേണ്ട ബില്ല് സാധനങ്ങൾ 3 സ്ഥലത്ത് ഡെലിവറി ഉള്ളതല്ലേ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി പോയില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വെബ് അടിക്കേണ്ടി വരും. ഇപ്പം തന്നെ ഇറക്കേണ്ട കടയുടെ പേരും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ സംഭവങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി എഴുതി മേടിച്ചിട്ടുണ്ട്, ഇനി തെറ്റ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കട അടച്ചാ ഇല്ലല്ലോ? എവിടെ നിർത്തുക? നമ്മൾ ഈ കടയുടെ മുന്നിലേക്ക് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ബില്ല് സാധനങ്ങൾ മേടിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് റിവേഴ്സ് ഇടാനേ സ്ഥലമുള്ളൂ. അവിടെ 2 ലോറികൾ കിടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇടാൻ ഗ്യാപ്പില്ല, അല്ലെങ്കിൽ ഈ സൈഡിൽ നിർത്തിയാൽ മതിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇവിടെ തന്നെ ഇടാം, പ്രശ്നമൊന്നുമില്ല. ഇറക്കി വരിപ്പിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റയടിക്കത് ഇവിടെ കുണ്ടല്ലേ, ഭയങ്കര കുണ്ടാ. അവിടെ കണ്ടോ ഒരു വയറ് കണ്ടോ, ഒപ്പത്തിനൊപ്പം നിൽക്കണ വയറ് പൊട്ടിയിട്ടാണ് നിൽക്കണേ. മതിയില്ലേ? അവിടെ കുണ്ടും കുഴിയടാ, അതുകൊണ്ടാ സംഭവം. ഒരു അബദ്ധം പറ്റി. അതായത് ആ അബദ്ധത്തിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വെയിറ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലി വെയിറ്റ് തൂക്കം നോക്കണം. അതായത് കാലി വെയിറ്റ് എന്ന് ഉദ്ദേശിച്ചത് അവിടെ നിന്ന് ലോഡ് കയറ്റിയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അത് തൂക്കം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ തൂക്കം നോക്കി. അത് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഇപ്പോൾ രണ്ടാമതും ലോഡ് കയറ്റിയിട്ട് വരുമ്പോൾ തൂക്കം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു, എനിക്കറിയില്ലല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു ഒരു പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ പോയെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഇങ്ങോട്ട് പോയിരുന്നത് അജീഷ് വേണ്ടി. അപ്പോൾ അജീഷ് എൻ്റെ അടുത്ത് അപ്പോഴും ചോദിക്കണ്ടായി. അപ്പോൾ മറ്റേ തൂക്കം നോക്കണ്ടേ, എന്നോട് ആൾ ഒരു പ്രാവശ്യം നോക്കിയാൽ മതി എന്നാ പറഞ്ഞു. അപ്പോൾ എന്തിനു പറയണു, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആൾ പറയാ വണ്ടി ലോഡ് ഏറ്റിയതൊക്കെ തൂക്കം നോക്കിയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. പറഞ്ഞു അത് ബാഗ് എടുത്തിട്ട് വന്നു, ഇനി വീണ്ടും ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോകണം തൂക്കം നോക്കാനായിട്ട്. അത് കുഴപ്പമില്ല, ആദ്യത്തെ ഒരു ഇതല്ലേ. അജീഷേ നീ കറക്റ്റാടാ, ഞാൻ പറഞ്ഞത് തെറ്റിയത്, എന്നോട് ക്ഷമിക്കും നീ. ഓക്കെ. അപ്പോൾ
നേരെ ഒരു പ്രാവശ്യം കൂടി ബ്രിഡ്ജിന്റെ അവിടേക്ക് പോട്ടെ. ഇനി അടച്ചു പോലില്ല. ഇല്ലില്ല, ധൈര്യമായിട്ട് പോക്കും. ഒറ്റ വണ്ടിയില്ല. നോക്കി അങ്ങ് പെടച്ചോ. ലൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, പോട്ടെ 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 പോട്ടെ, കുഴപ്പമില്ല. അയ്യോ, അപ്പോൾ നമ്മൾ ഓടിയ ദൂരം വീണ്ടും പറഞ്ഞു. നമുക്ക് ഈ വഴിക്കായിരുന്നു ശരിക്കും പോകേണ്ടത് അല്ലേ? മധുര വഴിക്ക് കയറിയിട്ട് എവിടെയാ? മധുരയ്ക്കാ ബോർഡ് വെച്ചിട്ടുണ്ടോ? അതെ, ആ പോകണ വഴിക്ക് നോക്കാം. ആ ആദ്യം വെയിറ്റ് നോക്കിയിട്ട് ഏത് പെട്ടിയിലേക്കാണ്. ജ്യൂസിലാം പെട്ടി പെൺകുട്ടി അവിടേക്കാ പോവാ, കുഴപ്പമില്ലല്ലോ. 200 രൂപയുടെ ബിരിയാണി കട, ആ പെട്ടിക്കട. അവിടെ ലേറ്റ് മാത്രമേ ഉള്ളൂ. ഓട്ടോറിക്ഷ 2 ഹോൺ അടിക്കണം. ആ സിഗരറ്റ് ഇതേ വരുന്നവൻ ഒന്ന് ഹോൺ അടിക്കുക. നേരത്തെ തൂക്കിയതിന്റെ ബില്ലില്ലേ കയ്യില്? ഇവിടെ കറക്റ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ. എന്നാലാണ് വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാൻ പാടില്ല. അതിൽ കറക്റ്റായിട്ട് നിന്നാലേ തൂക്കം അറിയാൻ പറ്റുള്ളൂ. എന്തായാലും പഴയ ബില്ല് കാണിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ തൂക്കിയ സ്ഥലത്താണെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം ഫ്രീ ആണ് അല്ലേ? കറക്റ്റായോ? നിർത്തിയത് കറക്റ്റ് ആണോ? അതല്ലേ? അതെ. ആ ഞാനിരുന്ന് എൻ്റെ വെയിറ്റ് കിട്ടിയും കൂടും. ഞാൻ പുറത്തിറങ്ങാം. ആ തൂക്കം നോക്കുമ്പോൾ കണ്ടായി കറക്റ്റ് ഇരുമ്പിൻ്റെ ഈ തകിട് ഇതിൻ്റെ പുറത്തേക്ക് വീലെങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൂക്കം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീലും ഇതിൻ്റെ ഉള്ളിൽ ഫ്രണ്ടും ബാക്കും നിൽക്കണ്ടോ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 വീലല്ലാണ്ട് ബാക്കി ഇതിന് നീളം കൂടിയ വണ്ടിയാണെങ്കിൽ ഇവിടെ തൂക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. അതേ വള്ളി ഒറ്റം കിടക്കുന്നു. വള്ളി പൊടിച്ചത് ഇവൻ്റെ പഴയ സിമെൻറ്റ് പായമേ ഇഷ്ടംപോലെ വള്ളികളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അതൊന്ന് തൂക്കി ഇനി ടോട്ടൽ വെയിറ്റ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇവിടെ എല്ലായിടത്തും കറക്റ്റായിട്ട് നിർത്തിയിട്ടുള്ളത്. തൂക്കൊക്കെ നോക്കി ഇനി ബാക്ക് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. അതായത് ബൈക്കാരൊക്കെ വരണമെങ്കിൽ പണി പാടും. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു ഫുഡ് കൂടിയും കഴിച്ചിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ല കാലിച്ചായ കുടിക്കാൻ മാത്രം ഇറങ്ങിയാൽ മതി. അപ്പോൾ ഫുഡ് അങ്ങോട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ സമയം 9 മണി കഴിഞ്ഞു. അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളതാണ്. ഒരു ദോശയും ഇവിടെ പൊറോട്ടയും മാത്രമേ ഉള്ളൂ എന്ന് പറയും. ചൂട് കല്ലിൽ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് പൊറോട്ടയും ദോശയാണ്? പൊറോട്ട മതി. അന്ന് എനിക്ക് പൊറോട്ട മതി. അങ്ങനെ കിടക്കട്ടെ ടൈറ്റായിട്ട്. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടോ. നോക്കിയേ എൻ്റെ പൊന്നോ, ഇത്ര വലിയ ലോഡാണ് കയറ്റി വെച്ചേക്കണേ. അപ്പോൾ പൊറോട്ട കഴിച്ചു. അതുപോലെ തന്നെ ഒരു തൃപ്തിയായില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക തിന്നാനുള്ള സാധനങ്ങൾ, അതേപോലെ എന്നിട്ട് ഉറക്കം വരാണ്ടിരിക്കാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം ആയാൽ ഈ ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂന്തി ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളായ കുറേ സാധനങ്ങൾ മേടിച്ചു. ഇനി ഈ സൈഡ് തുറന്നോളൂ, മുകളിലേക്ക് കയറട്ടെ കേട്ടോ. ഇനി വണ്ടി കയറി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നേരെ ചെങ്കോട്ട. ഓക്കെ ആയില്ലേ? അടിപൊളിയല്ലേ? കാഴ്ച നിനക്ക് സൂപ്പറായില്ലേ? അവൻ പറഞ്ഞേ ക്ലിയർ ആയിട്ടില്ലാന്ന്. അപ്പോൾ ക്ലീൻ ആക്കി കൊടുത്തു. അത് തന്നെയല്ല നമ്മുടെ വീഡിയോ എടുക്കുമ്പോഴേ അടിപൊളിയാവണം ഗ്ലാസ്. തേനി വഴിക്ക് നമ്മൾ കൊല്ലത്തേക്ക് വരുമ്പോൾ ഇല്ലേ, നമുക്ക് ഫസ്റ്റ് സ്ഥലം ഉസിലാംപെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വഴിയാണ് കേട്ടോ നമ്മൾ വരുന്നത്. അപ്പോൾ ഉസിലാംപെട്ടിക്ക് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 13 കിലോമീറ്റർ കൂടിയാണ് കാണിക്കണേ. ഉഷാറ് കയറ്റാണ്, ഒരുവിധം തിരക്കേലില്ലാത്ത നല്ല കയറ്റവും നല്ല വഴിയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുവരെ വന്നത് നല്ല വഴിയായിരുന്നു. പിന്നെ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ടയറിലെ എയർ നന്നായിട്ട് കുറവായതുകൊണ്ട് തന്നെ വലി നല്ല കുറവായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പോൾ കയറ്റമൊക്കെ കയറി പോകുമ്പോൾ സിമ്പിളായിട്ട് കയറി പോകേണ്ടത്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഇതേപോലെ കയറ്റമൊക്കെ കയറി വന്നപ്പോൾ നമ്മുടെ മൈലേജ് എത്രയായിരുന്നു? 1.9 ആയിരുന്നു അല്ലേ അജീഷേ? ഇന്നത് മാറി. ഇന്നത്തെ നമ്മളുടെ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എത്ര? 2.6 ആയിട്ടോ. 3 ഉണ്ടായിരുന്നോ? ആ ഈ കയറ്റം കയറിയപ്പോൾ കുറഞ്ഞതാണ് അല്ലേ? ആ അപ്പോൾ അതാണ് വ്യത്യാസം. മധുരൈ 52 കിലോമീറ്റർ സ്ട്രേറ്റ്. അതാ പറഞ്ഞത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർ കുറവായതുകൊണ്ട് തന്നെ നല്ലൊരു വലിയ വ്യത്യാസം കാണിച്ചായിരുന്നു. അത് നമ്മൾ ചെക്ക് ചെയ്യണതായിരുന്നു സത്യം പറഞ്ഞാൽ. അത് മറന്നുപോയി, അതാണ് ഉണ്ടായത്. ഈ വഴിക്ക് തിരക്കൊന്നുമില്ലല്ലോടാ ജിഷ? തീരെ തിരക്ക് കുറഞ്ഞ വഴിയാണല്ലോ അല്ലേ? ചെങ്കോട്ടയിൽ നിന്ന് തിരക്ക് വരുമോ? ആ മധുരയിൽ നിന്ന് വന്ന് ടച്ച് ചെയ്യണ വഴി വന്ന് കണക്ട് ചെയ്യണ സമയത്ത് അവിടെ നിന്ന് തിരക്കാവുന്നു അല്ലേ? ആ ഇത് പൂസലാമ്പെട്ടി കഴിഞ്ഞാൽ അപ്പൊ തിരക്ക് വരും. അതെ, ആര്യങ്കാവ് കഴിഞ്ഞാൽ അപ്പൊ തിരക്കാവുന്നല്ലേ? അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ടിപ്പറുകാരും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പെടച്ചുള്ളമാരാ ടിപ്പറുകാര്.
നമ്മളെ പോലെ ഇങ്ങനെ അരിച്ചരിച്ച് പോണ ടീമൊന്നും അല്ല. അവർ പൂശും, എയർ ഹോണൊക്കെ അടിച്ച് പെര 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 എന്ന് പറഞ്ഞിട്ട് ട്രെയിലർ കൊണ്ടാ വരിക. ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ട്രെയിലർ തന്നെ. പക്ഷെ ഇപ്പൊ അതിനെ കല്ല് പുറത്തുനിന്നുള്ള കല്ല് വരവൊക്കെ കുറഞ്ഞ കാരണം തിരക്ക് കുറവായിരിക്കും മിക്കവാറും. അത്ര വലിയ തിരക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ, അതും വേണ്ട പറയാൻ. അപ്പൊ ഉസ്ലാംപെട്ടിക്ക് നമുക്ക് നീങ്ങാം കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാട് വഴിക്കൊക്കെ വരുന്ന സ്ഥലങ്ങൾ നമ്മളിപ്പോൾ ചെറിയതായിട്ട് ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ ഇതിപ്പോൾ സെറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതില്ലാത്ത കാരണം ഉണ്ടല്ലോ. റെയിൽവേ ക്രോസ് ആണ് കേട്ടോ. ഈ വഴിക്ക് വരുമ്പോൾ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസിൽ ഹൈറ്റിൽ ഇതാ സാധനം വെച്ചിട്ടുണ്ട്. ഇടാ തട്ടൊന്നുമില്ലല്ലോ, അത്രയും ഹൈറ്റ് ഇല്ലല്ലോ നമ്മുടെ. അതെ അല്ലേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇത്ര വലിയ ലോഡായാലും എനിക്കൊരു ഡൗട്ട്, ഇങ്ങനെയൊക്കെ സാധനം നിൽക്കുമ്പോൾ ഭയങ്കര ഹൈറ്റിൽ നിൽക്കണ പോലെ. അത് കാരണം ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നമുണ്ട്. നമ്മളുടെ അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നറിയോ? ഞങ്ങളുടെ അവിടെ മറ്റേ ആ പാർലിക്കാട് വെസ്റ്റേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ റെയിൽവേ ക്രോസിന്റെ അവിടെ ഒരു ഇതുണ്ട്. അത് ചെറിയ റെയിൽവേ ക്രോസാ. അപ്പൊ അതുകൊണ്ട് അതേ ഉള്ള ഏരിയ. അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊന്നും വണ്ടി പോവില്ല. അപ്പൊ നമ്മളതൊക്കെ മുന്നേ നോക്കി മനസ്സിലാക്കണേ. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. പിന്നെ ഈ കാട് വഴിക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നെറ്റ് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിയൊന്നും നോക്കാനും പറ്റില്ല. ചെറുതായിട്ട് വല്ല എംബ്ലം കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നെറ്റിലുണ്ടെങ്കിൽ അതൊക്കെ ചെറിയ വഴിയൊക്കെ കാണിക്കുകയെ. അതുപോലും നമുക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഈ വഴി നല്ല അടിപൊളിയാട്ടോ. വഴിയും ബെസ്റ്റാണ്, വണ്ടികളും ഇല്ല, സുഖമായിട്ട് ഇങ്ങനെ പോവാം. പക്ഷേ നെറ്റ് കണക്ഷൻ ചില സമയത്ത് വരുന്നുള്ളൂ. ആ സമയത്ത് വരുമ്പോൾ സെറ്റ് വർക്ക് ചെയ്യും, അല്ലാത്ത സമയത്ത് തന്നെത്താൻ നിൽക്കും. അയ്യോ, പട്ടിയാണോടാ അരഞ്ഞു പോയിട്ടുള്ള? എൻ്റെ പോയിന്റ് വണ്ടി ഇടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വണ്ടിയുടെ മഡ്ഗാർഡ് ഊരി പോയിട്ടല്ലോ, അരഞ്ഞു പോയി. അത് കാണണേ, രാത്രിയുള്ള പട്ടിയാ പോയത്. കാട് പ്രദേശമായാലും വേറെ വല്ല സാധനങ്ങളോ ഓടാ. ഇതിപ്പോ എന്താ തിരിച്ചറിയണില്ല. കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ വലിയ കാര്യമായിട്ട് ചതഞ്ഞറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് പോയായിരുന്നു. ഇത് തവിട് പൊടിയായി പോയി. നമുക്ക് ഇനി നേരെ പോയി കഴിഞ്ഞാൽ 160 കിലോമീറ്റർ പോയാലാണ് ചെങ്കോട്ട എത്തുള്ളൂ. ഞാൻ ഇത്ര നേരം വിചാരിച്ചിരുന്ന ചെങ്കോട്ട എന്നാണ് കേട്ടോ. ചെങ്കോട്ടയല്ല, സെങ്കോട്ടയാണ് അല്ലേ? അല്ല ജിഷ? അപ്പൊ അത് നമ്മളുടെ ചെങ്കോട്ട എന്ന് പറയുന്നതുകൊണ്ടാണ് സെങ്കോട്ടയാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പോകുന്ന വഴിക്കാണ് നമ്മുടെ പടക്കമൊക്കെ ഉണ്ടാക്കുന്ന ശിവകാശി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ശിവകാശി എന്ന് പറഞ്ഞാൽ പടക്കങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ലേ? ആ റൂട്ടിൽ നമ്മൾ പോണത്. അപ്പം കുറച്ച് പടക്കം കിട്ടുകയാണെങ്കിൽ മേടിച്ചു കൊണ്ട് പോവാം. ഐഷേ, എന്തായാലും സൈലന്റ് റൂട്ടാണ് ഇതുവരെയുള്ളത്. ഇനിയിപ്പോൾ ഉസ്ലാംപെട്ടിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ തിരക്ക് കൂടുകയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇല്ലേ ഇങ്ങനത്തെ ഇതാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമുക്കൊരു 4 മണിക്കൂർ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടം വരെ ചെങ്കോട്ട വരെ തന്നെ ഇത്ര മണിക്കൂർ കാണിക്കുന്നുണ്ട്. 3.25 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ അടുത്ത് വേണം. നല്ല ഓടിച്ചങ്ങോട്ട് പോവാം. ഇനിയിപ്പോൾ അജീഷിന് ഉറക്കം വരണമെങ്കിൽ ഞാൻ കലക്കിക്കോളാം. എപ്പോഴും ഉറക്കം വരേന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വരണ്ടോ? ഒന്നും മിണ്ടണില്ല. പിന്നെ ഇപ്പോൾ ഉറക്കം വരുന്നെന്ന് വിചാരിച്ചിട്ട് ഞാനിരുന്നത്. ഉറക്കം വരുന്നില്ല എന്നാണ് പറയണത്. ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ലൈറ്റ് കറക്റ്റ് പൊസിഷനിലല്ല ഇരിക്കണേ. അതെനിക്ക് തോന്നുന്നു അടിയിൽ ആ തിരിക്കണ ബട്ടണില്ലടാ അജീഷ, അതറിയോ? ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണത് അത് ലേശം ഇപ്പം എങ്ങനെ ഇരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്കണം കേട്ടോ. എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞാൻ നോക്കാം. അപ്പോൾ അത് അങ്ങനെ ഒന്ന് ആക്കി നോക്കാം. അപ്പോൾ ചിലപ്പോൾ ആ ഒരു വ്യത്യാസം കൊണ്ടേ ചിലപ്പോൾ ക്ലിയർ ആവില്ല എന്ന്. അപ്പോൾ അതെന്തായാലും ശരിയാക്കാം, പിന്നെ കുഴപ്പമില്ലല്ലോ. യാത്ര ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരുന്ന റോഡുകളാണ്. പകലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. മറ്റേത് നമ്മൾ ഇവിടെയൊക്കെ ടൈം ഉണ്ടല്ലോ, കണ്ടമാനം ടൈം പോകും. തിരക്കുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 3 മണിക്കൂർ എടുക്കുന്ന സമയം 4 മണിക്കൂറാവും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈലേജ് ഷോർട്ടാവും, നമ്മൾ എത്തേണ്ടതും നേരം വൈകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ വഴിക്കൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു 8-9 മണിക്കൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായി, ഒരു തിരക്കില്ലാണ്ട് സുഖമായിട്ട് പോകും. നമ്മൾ പകലൊരു 5 മണിക്കൂർ കൊണ്ട് 6 മണിക്കൂർ കൊണ്ട് എത്തണത് രാത്രിയാകുമ്പോൾ ഒരു 3 മണിക്കൂർ കൊണ്ട് 4 മണിക്കൂർ കൊണ്ടും എത്തും. 5-6 മണിക്കൂർ, 2 മണിക്കൂറിൻ്റെയൊക്കെ വ്യത്യാസം കാണിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ വണ്ടിയാകുമ്പോൾ എനിക്ക് മനസ്സിലായത് ഡീസലിലും നല്ലൊരു വ്യത്യാസം കാണിക്കും. രാത്രി ഓടുകയാണെങ്കിൽ നല്ല ഡീസൽ മൈലേജ് കാണിക്കും. പിന്നെ ടയറിന് ഭയങ്കര ഗുണമുണ്ട്. ടയർ ഓടിയിട്ട് ചൂടാവുക, പകലാവുമ്പോൾ പകലത്തെ ചൂട് ടയറിന് കിട്ടുമ്പോൾ ടയർ പെട്ടെന്ന് ചൂടാവും. അതേപോലെ തന്നെ പൊട്ടാനുള്ള ചാൻസുകളും അതൊക്കെ കൂടുതലാണ് ലോങ് ഓടുമ്പോൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ ടയറും ചൂടാവൽ കുറയും. അപ്പോൾ അങ്ങനെ എല്ലാ ഗുണങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഓടുന്നതാണ് നല്ലത്.
പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദോഷങ്ങളും ഉണ്ടല്ലോ ഇതിൻ്റെ. ഒരു ചെറിയ ദോഷവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്ക് രാത്രി പൈസ മേടിക്കാൻ നല്ലൊരു ഇതാണ് അല്ലേ, അതെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെറുതെ ടോർച്ചടിച്ച് കണ്ണിലേക്ക് ടോർച്ചടിക്കും. അപ്പോൾ നമ്മൾ കൊണ്ട് നിർത്തി കഴിയുമ്പോൾ അതുകൂടെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങൾ 2-3 സ്ഥലത്തൊക്കെ വെറുതെ കണ്ണിലേക്ക് ടോർച്ചടിച്ചു, അണ്ണാ എന്താ കണ്ണിലേക്ക് ടോർച്ചടിക്ക കൂടാതെ അപ്പോഴേ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരും. അല്ലാണ്ട് ഇനിയിപ്പോൾ അതിന് അവരെ കാണേണ്ട ആവശ്യമില്ല. ഏതാவது ടീ കാശ് കൊടുക്കാനാണ് ഈ പറയണത്. എത്ര കൊടുക്കേണ്ട ഒരു സാധാരണ നിർത്തുകയാണെങ്കിൽ 20 രൂപ 10 രൂപ. ഇപ്പൊ എത്രയാ? 50 ചോദിക്കുവോ? ഇത് ബൈക്ക് 50 രൂപ മേടിക്കൂലേ? ഇപ്പൊ ഇവിടെ 10ന്റെ കളിയൊക്കെ മാറ്റി 50 രൂപ ആക്കിയെന്ന് പറയുന്ന പോലീസുകാര്. അപ്പൊ അതൊരു പ്രശ്നമാണ്. അത് പിന്നെ കുഴപ്പമില്ല, ഇപ്പൊ നമ്മൾ നിർത്തിയാൽ മാത്രമേ കുഴപ്പമുള്ളൂ. ഇതിപ്പോ നമ്മൾ കറക്റ്റ് പാസിംഗ് ലോഡും വണ്ടിയുടെ എല്ലാ ബുക്കും പേപ്പറും എല്ലാ സാധനങ്ങളും റെഡി ആയിട്ട് വെറുതെ നമ്മളെടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ നിർത്തി അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ എല്ലാ വണ്ടിക്കാരും കൊടുക്കുന്നത് കൊണ്ടാണ് ഇതൊരു വലിയ പ്രശ്നമാണ്. ആരും കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരാളും പിന്നെ ചോദിക്കാണ്ടാവും. ഇത് 10 രൂപ 20 രൂപ അല്ലേ എന്ന് വെച്ചിട്ട് എല്ലാവരും കൊടുക്കും. പിന്നെ ഇവര് രാത്രി എന്താ പറയുക ഇതിന് മെനക്കെട്ടിരിക്കണതല്ലേ. അപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ അവർക്കും ഒരു സന്തോഷം. നമ്മൾ കേരളത്തിലേക്ക് കയറിനേക്കാളും മുന്നേ വീണ്ടും ഡീസൽ അടിച്ച് ഫുള്ളാക്കണം കേട്ടോ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 2 രൂപ കൂടുതൽ കൊടുക്കണം. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഒരു 10,000 രൂപയുടെ ഡീസൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര രൂപ ലാഭമുണ്ട്? 2 രൂപ വെച്ചിട്ട് എത്ര രൂപ ലാഭമുണ്ട്? 200 രൂപ ലാഭമല്ലേ നിന്നോട്. അല്ലാണ്ട് ഇപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇപ്പൊ കിട്ടില്ലല്ലോ. അത് എന്റെ അടുത്ത് ചോദിച്ചാലേ കിട്ടുള്ളൂ. എങ്ങനെ പോയാലും അപ്പോൾ എത്ര ഉണ്ടാവും? ഒരു 200 രൂപ ഉണ്ടാവില്ലേ? കണക്ക് ഞാൻ പിന്നെ കൂട്ടിയിട്ട് കറക്റ്റ് പറഞ്ഞുതരാൻ കൈസ്, അത് നല്ലത്. കണക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ബുക്കും പേനയും കാൽക്കുലേറ്ററും ഇല്ലാണ്ട് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനക്കണക്ക് കൂട്ടാൻ കിട്ടുന്നത് വളരെ അപൂർവമുള്ളൂ. ഇപ്പം എന്തായാലും ഇവിടെ പുളിയുടെ സീസണാണ് കേട്ടോ. ഈ പുളി വീണിട്ട് റോട്ടിലേക്ക് കിടക്കുന്നുണ്ട് കണ്ടമാനം. അപ്പോൾ ആൾക്കാർ കുറേ പറക്കി കൊണ്ടുപോകും. പിന്നെ ഇങ്ങനെ റോട്ടിൽ കിടന്ന് വണ്ടി ഓടുമ്പോൾ ചതഞ്ഞേ അങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ടയർ കയറുമ്പോൾ കിടക്കറാന്നൊരു ശബ്ദം കേൾക്കും, പശയിൽ ഒട്ടണ പോലെ. അപ്പോൾ പുളി ആർക്കും വേണ്ടാന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുളി നിലത്ത് കിടന്ന് പോവുക ഫുള്ള്. ഇത് കാട് വഴി പോലത്തെ വഴിയാ, പകല് വന്നാലേ ശരിക്കും അറിയുള്ളൂ. ഇനി നമ്മൾ ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ NH 744 എത്തും കേട്ടോ. അങ്ങനെയാണ് ഇതിനകത്ത് ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള കിലോമീറ്ററും ഇനി അടുത്ത സ്ഥലം എവിടെയായിരുന്നു ഇവിടെ പറഞ്ഞത്? നമ്മുടെ മെയിൻ സ്ഥലം ചെങ്കോട്ട. തിരക്കൊന്നുമില്ല കേട്ടോ, വലിയ കാര്യത്തിൽ തിരക്കില്ല. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ വീതി നന്നായിട്ട് കുറവായതുകൊണ്ട് തന്നെ വേറെ വണ്ടികൾ വന്നപ്പോൾ ബാക്ക് എടുത്ത് കൊടുക്കേണ്ട വരെ വീതി കുറവുള്ള സ്ഥലങ്ങൾ വന്നു കേട്ടോ. അപ്പം അത്ര എന്താ പറയുക, വഴിക്ക് വീതിയില്ല. ഉള്ളത് റബ്ബറൈസ്ഡ് കട്ടറൊന്നും ഇല്ലാത്ത കുഴപ്പമൊന്നും ഇല്ലാത്ത റോഡാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. വണ്ടികളില്ലാത്ത റോഡ്. ഇനിയിപ്പോൾ ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ NH കയറുന്നതോട് കൂടിയിട്ട് പിന്നെ തിരക്കായിരിക്കൂല. അജീഷൊന്നും മിണ്ടിയില്ല ആയിരിക്കും അല്ലേ? 7 കിലോമീറ്റർ കഴിഞ്ഞാൽ അപ്പം എന്തായാലും അവിടെ നിന്ന് തിരക്കാവുമെന്ന് വിചാരിക്കുന്നു. തിരക്കാവണമെന്നില്ല, എനിക്ക് തിരക്കാവണമെന്ന് താല്പര്യമൊന്നുമില്ല. നിനക്ക് തിരക്കാവണമെന്ന് താല്പര്യം ഉണ്ടാവും? താല്പര്യമുള്ള പോലെ തിരക്കാവണമെന്നുണ്ടോ ഒന്ന് റൂട്ടിൽ? അത് ഇങ്ങനത്തെ റൂട്ടിൽ ഓടിക്കാണ് ഇഷ്ടം എന്ന് ചോദിക്കണേ. 4 ലൈനാകുമ്പോൾ തിരക്കുണ്ടെങ്കിൽ അതാണ് നല്ലത്. ആണോ? അത് ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടമാണ്. എനിക്ക് പക്ഷേ അത് ശരിയാണ്. പുളിമരത്തിൻ്റെ കൊമ്പ് കൊണ്ട് നമ്മുടെ കൊമ്പ് കൊണ്ടുപോകും. നമ്മുടെ സൈഡ് മിററൊക്കെ പുളിമരം കൊണ്ടുപോകും. അങ്ങനെ വണ്ടികൾ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ അത്ര വീതിയില്ലാത്ത സ്ഥലമായതുകൊണ്ട് പ്രശ്നമാണ്. പിന്നെ വലിയ കാര്യത്തിൽ വണ്ടികളില്ലാത്ത കാര്യം നോക്കി പോയാൽ മതി. അങ്ങനെയൊന്നും വലിയ വണ്ടി തന്നെയാണ് വരുന്നത്. ചെറുവണ്ടി ഒന്നും പോലും ഇല്ല ഈ റോട്ടിൽ. അപ്പം അത് തന്നെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിമ്മടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു റെസ്പോണ്ടും ഇല്ല. കണ്ടോ? അടിച്ചു. അണ്ണനടുത്തെത്തിയപ്പോഴാണ് അടിച്ചത്. അണ്ണന്മാരെ വണ്ടി തന്നെയല്ലേ കൂടുതലും. ലൈലൻഡും ടാറ്റയും കേട്ടോ കാണുന്നത് അല്ലേ? ഭാരത് ബെൻസൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാഷണൽ പെർമിറ്റ് കേരള വണ്ടികളുള്ളൂ. തമിഴ്നാട് വണ്ടികളൊക്കെ വളരെ കുറവാകുന്നുണ്ട് അല്ലേ? ഇവിടെ ഒന്നും വന്നിട്ട് ഭാരത് ബെൻസ് കണ്ടില്ലല്ലോ. ഇല്ല അല്ലേ? നമ്മുടെ നാട്ടിലാട്ടോ കൂടുതൽ ഹമ്പ്. ഒരു 5 കിലോമീറ്ററിൻ്റെ ഇടയിൽ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കുറേ എണ്ണം ഉണ്ടല്ലേടാ. 5 കിലോമീറ്റർ ഇടവിട്ട് അങ്ങനെ പറയാം. ഇഷ്ടംപോലെ ഹമ്പുകളുണ്ട്. ഈ കുഞ്ഞു വഴിക്ക് ഹമ്പ് വയ്ക്കുന്നത് നല്ലതാണ്. ഇവിടെയൊക്കെ വീതി കുറവ് കണ്ടില്ലേ? 2 വണ്ടി ഒരുമിച്ച് വരുമ്പോൾ കറക്റ്റാണ്. അതുകൊണ്ടാണ് വീടുകളാ. അതേ ഫുള്ള് വീട് തന്നെയാണ്. അതേ ഇവിടെയുണ്ട് ഒരു ഹമ്പ്. വീതി കുറഞ്ഞ സ്ഥലത്തൊക്കെ ഹമ്പ് വെച്ചിട്ടുണ്ട്. അത് നല്ലതാ. പെടച്ചു വന്നിട്ടേ തട്ടുമുട്ടുണ്ടാവില്ലല്ലോ.
ശരിക്കും പറഞ്ഞാൽ മെയിൻ NH-ലേക്ക് എത്തിയപ്പോൾ വിചാരിച്ചു നല്ല റോഡ് കിട്ടുമെന്ന്. NH-ലേക്ക് വന്നപ്പോൾ അപ്പടി കുഴിയും കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞിട്ടുള്ള റോഡും അതേപോലെ ഓട്ട അടച്ചിട്ടുള്ള റോഡൊക്കെ കേട്ടാ. ഇത്ര നേരം വന്നത് സംഭവം NH അല്ലായിരുന്നു എന്നുള്ളൂ, പക്ഷെ നല്ല റോഡായിരുന്നു. പക്ഷെ ഇത് സകല മാനവും കളഞ്ഞു. റോഡ് എനിക്ക് തോന്നുന്നേ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ടേ ഉള്ളതായിരിക്കും ഇവിടെ. അപ്പൊ അതുകൊണ്ട് പാച്ച് ചെയ്ത് നിർത്തുന്നതായിരിക്കും. നിറച്ചും വണ്ടികൾ കിടക്കണ്ടല്ലോ, ലോഡ് വണ്ടികളാണല്ലോ ഫുള്ള് കിടക്കണത്. നെല്ലാണോ തെങ്കാശിന്ന്? ഈ വഴിക്ക് നമുക്ക് ടോളില്ലല്ലോ. ഈ വഴിക്ക് ടോളില്ലാത്ത വഴിയാണ് കേട്ടോ, മറ്റേ ടോളില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ക്ഷീണം വന്നു കഴിഞ്ഞാൽ പറഞ്ഞോളൂ അപ്പൊ തന്നെ. ക്ഷീണായിട്ടാ ഉറക്കം വരണ്ട. അതെ, അപ്പൊ പിന്നെ കുഴപ്പമില്ലാന്ന്. സാധാരണ കയറിയിരുന്ന ഒരു 200-300 കിലോമീറ്റർ ആയിട്ട് ഇറങ്ങാറുള്ളൂ. അതിന്റെ ഇടയ്ക്കാണ് 100 കിലോമീറ്റർ ആയപ്പോ ക്ഷീണമായെന്ന് ചോദിക്കുന്നത്. അത് ചോദിച്ചു തന്നെ അവന് മോശക്കെട്ടായ പോലെ. അത്രയധികം കിലോമീറ്റർ ഇരുന്ന് ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, കുറേ നേരമായിട്ട് അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചാലും ഓടിക്കുന്നത്. അപ്പൊ അത് കാരണം ക്ഷീണമായെന്ന് ചോദിച്ചാലല്ലേ കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് വണ്ടി തന്നെ ഇറങ്ങി ചോദിക്കണം, ഈ ക്ഷീണം വന്നോ എന്ന് ചോദിക്കും. ഏതാ ബുദ്ധിമുട്ടുള്ള ചുരം കയറാൻ തരാനാവൂല. കൊച്ചു കള്ള നല്ല സുഖമുള്ള വഴിയായിരുന്നു ഇത്. ഇതിപ്പോ ഇവിടെ പണി നടക്കണമെങ്കിലും ഇല്ലേ, സൈഡ് പിടിച്ചങ്ങോട്ട് പോവാം. അത്യാവശ്യം വീതി ഉണ്ട്, ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. എവിടെയാണ് നമ്മളെ പറഞ്ഞ സ്ഥലത്തിന്റെ പേര്? ആര്യങ്കാവ് ടു പുനലൂര്. ആ, അതാണ് ഏറ്റവും ബെസ്റ്റ് റൂട്ട്. അത്രേ ഉള്ളൂ അല്ലേ? അല്ല, നീ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ ആ വഴി ഭയങ്കര പെശകുള്ള വഴിയായിരിക്കും. ആകെ 2 വളവുള്ളൂ ആ വഴിക്ക്. അപ്പൊ വലിയ പ്രശ്നമില്ല. ഞാൻ വിചാരിച്ചു ഹെയർ പിൻ ബെൻഡൊക്കെ ഉള്ള വഴികളായിരിക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. എക്സ്പെർട്ടൊക്കെ ഓടിച്ച് പഠിക്കണം, എന്നാലല്ലേ എനിക്ക് ഭാവിയിലേക്ക് നല്ല എക്സ്പെർട്ട് എന്താ പറയാ നാഷണൽ പെർമിറ്റ് ഡ്രൈവർ ആവാൻ പറ്റുള്ളൂ. ഗായ്സ്, നോക്കിയ ബസിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റ് എന്റെ പൊന്നോ. പള്ളിപ്പെരുന്നാളിന് മാലവൾപ്പ് ഇട്ട പോലെ നമ്മൾ പുത്തമ്പള്ളി പോയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ബസ് മറ്റേ എന്താ പറയാ ലൈറ്റിങ് കണ്ടിട്ടുള്ളൂ. എന്റെ പൊന്നെ അടിപൊളിട്ടാ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ കുറെ കാലങ്ങളായിട്ട് കാണാത്തതുകൊണ്ടേ പൊരിച്ചു. അവൻ അകലേന്ന് കാണിച്ചു തരുമായിരുന്നു തന്നെ. സൂപ്പർ ബസ്സല്ലേ ചേട്ടാ. ഞാനാണെങ്കിൽ സൈഡിൽ വേറെ കാര്യങ്ങളും ശ്രദ്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നീ പറഞ്ഞത് നന്നായി. ബസ് എനിക്കും കാണാൻ പറ്റി, വീഡിയോ കാണുന്നത് നമ്മുടെ പ്രേക്ഷകർക്കും കാണാൻ പറ്റി. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. ആർട്ടിക്ക് നമ്മുടെ അവിടുത്തെ ആർട്ടിയെ കാണണ്ട. പക്ഷെ അത് ഈ നാട്ടിലെ പെർമിറ്റ് അല്ലടാ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് തന്നെ കുഴപ്പമില്ല. പക്ഷെ ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ കണ്ടമാനം കട്ടുള്ള വഴിയാണ് കേട്ടോ. ഇത് സെറ്റ് ആവണില്ല. NH പോരാ, നല്ല റോഡാവും വിചാരിച്ചത്. ഇത് KSRTC ഇവിടുത്തെ. ആളൊന്നും ഇല്ലടാ, ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ ഉള്ളിലൊന്നും. ഞങ്ങൾ ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടി ഓരോ പബ്ലിക്കൊക്കെ വായിലിട്ടു. ഇവനെ ഇറങ്ങിപ്പോയി ഒരു ചായയും കുടിച്ചു. ഞാൻ ചായ കുടിച്ചില്ല, ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കാരണം അതും എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് തീർത്തു. അപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂത്രമൊഴിക്കാനും ഇറങ്ങാനും വേണ്ടിയിട്ടും, രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടയറിൻ്റെ ഇടയിൽ എതിരായിരുന്നു. നിനക്ക് വേണ്ട, അയ്യോ ഞാൻ ആ ശ്രദ്ധയിൽ മറന്നുപോയി. നീ എനിക്ക് എടുത്തു തരാൻ പറഞ്ഞായിരുന്നു അല്ലേ, കമ്പിയുടേത്. അതായത് ടയറിൻ്റെ ഉള്ളിൽ കല്ലും കാര്യങ്ങളൊക്കെ ഇരിക്കണ്ടോ എന്നുള്ളത് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ കുക്കി എടുത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുത്തി കളയാം. അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കല്ലൊക്കെ രാത്രിയിൽ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് 2 ലൈറ്റ് ഇവിടുന്ന് അപ്പുറത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അതുണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഇതേ കല്ലിരിക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ കല്ലുണ്ട് സംഭവം. ഇങ്ങനത്തെ റോട്ടികൾ വരുമ്പോൾ എന്തായാലും കല്ല് കയറും, അത് നോക്കിയിട്ട് കാര്യമില്ല. കണ്ടില്ലേ? അപ്പോൾ എന്തായാലും ആ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യണം. പിന്നെ വേറെ രണ്ട് ഹുക്കിൻ്റെ കേസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അപ്പോൾ ആ ഹുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ പായൊക്കെ കെട്ടാനായിട്ടേ ഇത് കണ്ടില്ലേ, കെട്ടുമ്പോൾ കെട്ട് ലൂസായി ഉണ്ടോ നോക്കട്ടെ. ലൂസാടാ, കെട്ട് ലൂസാട്ടാ, കെട്ട് ലൂസാന്ന്. ഇത് കണ്ടോ? കുഴപ്പമുണ്ടോ? പ്രശ്നമില്ല. അവിടെയോ? അവിടെ ലൂസ് ഉണ്ടോ? ചെറുതായിട്ട് ലൂസ് ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ. കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതെ അല്ലേ? കാരണം എന്താ വെച്ചാൽ നമ്മൾ ചവിട്ടിയല്ലേ കയറ്റിയേക്കണേ. എന്നാൽ ഫുൾ ചവിട്ട് എല്ലായിടത്തും ചവിട്ട് എത്തിയിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇരിക്കും ലോഡ്. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴാണ് കയറൊക്കെ ഒന്ന് ലൂസാവണം. ശരിക്കും ഒന്ന് വലിച്ചു കെട്ടണമെന്ന് നല്ലതാണ്. പക്ഷേ ഇത് തള്ളില്ല എന്നുള്ള പ്രതീക്ഷയിൽ അവൻ പറയുന്നത് കുഴപ്പമില്ല. അവൻ സ്ഥിരമായിട്ട് അതും ഇതൊക്കെ കയറ്റി പോണതുകൊണ്ട് അവന് ഐഡിയ ഉള്ളതുകൊണ്ട് പിന്നെ അവൻ പറയുന്നതുകൊണ്ടാണ്
നമ്മൾ ഓക്കെ എന്ന് പറയണത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തന്നെ ഒന്ന് ടൈറ്റ് ചെയ്യണം, ഇത് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കറിയില്ല, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇത് പറഞ്ഞ പോലെ തന്നെ വരണ സമയത്താണ് നമ്മളും ഇത് അതുകൊണ്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പറയും പിന്നെ അത് ശരിയാവില്ല കേട്ടോ, വലിച്ച് കെട്ടിക്കോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതുകൊണ്ട് നമ്മളുടെ സമയവും പോകാൻ പാടില്ല, അങ്ങനെ വേറെ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പം ഇനി ഇത് ഈ സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് മൂത്രം വെച്ചിട്ട് ചുച്ചുള്ളിയിട്ട് വണ്ടി കയറി പോവാം. എന്തായാലും കുറച്ച് നേരം അജീഷിന് റെസ്റ്റ് കൊടുത്തിട്ട് ഞാനങ്ങോട്ട് ഓടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ലൂസായിട്ടുള്ള കയറുകളൊക്കെ ഞങ്ങൾ വലിച്ച് കെട്ടിയിട്ടാണ് അവിടെയൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തു. ബാക്കിലൊക്കെ ഒരു കുളത്തിലേക്ക് ഇങ്ങോട്ട് രണ്ടാമത് കെട്ടി ഇട്ടു കേട്ടോ. ഇനിയപ്പോൾ ഏതാ അത് വേണ്ട, ഹൈറ്റ് വേണ്ട എനിക്ക്. AC-യുടെ തണവ് മുഴുവൻ എനിക്ക് വെച്ചേക്കണം. എനിക്ക് വേണ്ടട്ടാ, നീ എടുത്തോ അതൊക്കെ. എനിക്ക് തണവ് വേണ്ട, എനിക്ക് സീറ്റും ഇങ്ങനെ പറ്റില്ല. എൻ്റെ കാലൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല. നീ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കാര്യം അല്ല, ഇത് കണ്ടില്ല, എൻ്റെ കാല് സ്റ്റിയറിങ്ങിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ജാമാന്ന്. എൻ്റെ പൊന്നെ, അയ്യോ. ഞാൻ നന്നായിട്ട് ഇറക്കിയിടും കേട്ടോ, ഞാനേ നന്നായിട്ട് ഇറക്കിയിടും സീറ്റ്. ആ ബക്കറ്റ് മാറ്റി പോവാം. ബാക്കിലേക്കാണല്ലോ പോണ, കേറിട്ടില്ലല്ലോ അല്ലേ? ഇത്ര ടോപ്പ് ഹൈറ്റിലോടായിരുന്നു അന്ന് നമ്മൾ ഓടിച്ചത്. അന്ന് മറ്റേ ഇതിനേക്കാളും ഹൈറ്റില്ല, പൊടിയല്ലേ, ഇതിനേക്കാളും ഹൈറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അയ്യോ, നമ്മൾ നിർത്തിയപ്പോ ഒരു കാര്യം മറന്നു, ഗ്ലാസ് ഒന്നും തുടയ്ക്കാനായിട്ട്. കുഴപ്പമില്ല, ശരിക്കും ഗ്ലാസ് തുടച്ചു കഴിഞ്ഞാല് നമുക്ക് വേറെ വണ്ടികൾ ഇങ്ങോട്ട് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഗ്ലെയർ ഉണ്ടാവില്ല, ഫുൾ പെർഫെക്റ്റ് ആയിട്ട് കാണും. പോരാത്തതിന് നമ്മുടെ പുത്തൻ ഗ്ലാസ് അല്ലേ, മറ്റേത് നീ അന്ന് ഓടിച്ചായിരുന്നപ്പോ പഴഞ്ഞ ഗ്ലാസ് ആയിരുന്നു, ഇതെന്ന് പറഞ്ഞ പുത്തൻ ഗ്ലാസ്. അപ്പൊ ആ ഗ്ലെയർ ഇങ്ങോട്ട് അഴുക്കുണ്ടെങ്കിൽ അപ്പൊ അടിക്കും. ഇനിയിപ്പോ നമ്മുടെ അടുത്ത മെയിൻ സ്ഥലം എവിടെയാടാ? ചെങ്കോട്ടയ്ക്ക് ഇനിയില്ലേ? എത്ര കിലോമീറ്റർ ഉണ്ട് ചെങ്കോട്ടയ്ക്ക് ഇനി മൊത്തം? ഒരു 100 80 ഉണ്ടല്ലേ കാണിച്ചത്? അപ്പൊ അത്രയും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറി കൊടുക്കേണ്ട സ്ഥലം ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾക്ക് സാധനങ്ങൾ ഇറക്കേണ്ട സ്ഥലം, സാധനം ഇറക്കേണ്ട സ്ഥലം എവിടെ? കൊല്ലത്താ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി നമ്മൾ എത്ര മണിക്ക് എത്തും? നാളെ രാവിലെ ആവും. പിന്നെ രാവിലെ രാത്രി ഓടിയിട്ടില്ല അല്ലേ? സമയത്ത് അറിയില്ല, ഞാൻ നോക്കിയില്ല. എത്ര മണി? 1:30. ഓടിത്തില്ല അല്ലേ? വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോഡ് കൂടുതലായ കാരണം ഇതാവുന്നു. ശരിയാ. പക്ഷെ അങ്ങനെ ലോഡ് പുറത്ത് ഓടിക്കുമ്പോഴത്തെ വ്യത്യാസം ഒന്നും അറിയാനില്ല കേട്ടോ. അത് വീശുമ്പോ മാത്രമേ ആ വ്യത്യാസം അറിയുള്ളൂ. അടുപ്പിച്ചിരുന്ന സാധനം അത് നമ്മള് ഇന്നലെ ഓടുകൊണ്ട് പോയപ്പോ, കഴിഞ്ഞ ദിവസം ഓടുകൊണ്ട് പോയപ്പോ വീശിയ പോലെ അങ്ങനെ വീശാൻ പറ്റില്ല. അതെ അതെ, അത് ശരിയാ. പക്ഷെ ഒരു കേസുണ്ട്, സംഭവം ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോവാണെങ്കിൽ ഓക്കെ, അല്ല ടൈറ്റ് ലോഡ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണെങ്കിൽ വീശാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. വണ്ടി അങ്ങനെ ഇടുത്തു കൊട്ടൊന്നുമില്ല. എന്താ കാരണം എന്നറിയോ? അതൊരു നേക്കില് നമ്മള് ഓടിച്ചപ്പോ ആദ്യമായിട്ട് ഓടിക്കുന്നവർക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഇപ്പൊ വലിയ വണ്ടി, ഇപ്പൊ നമ്മള് ജീപ്പിലൊക്കെ പഴയ കാലത്ത് ബസ് സമരത്തിന്റെ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കയറ്റി പോകും. ആൾക്കാരെ കയറ്റി പോകുന്ന സമയത്ത് നമ്മള് വളവിലൊക്കെ വീശണ സമയത്ത് വണ്ടിയുടെ മഡ്ഗാർഡ് വെള്ള കുപ്പി മഡ്ഗാർഡൊക്കെ ഇല്ലേ വന്ന് ടയർ മോരിക്കുന്നു ബാക്കില്. അപ്പൊ വണ്ടി ഇങ്ങനെ ഇങ്ങനെ വലഞ്ഞിട്ടേ, എന്നാലും വണ്ടി മറിയൊന്നുമില്ല. അത് നമ്മുടെ മനസ്സിൽ ഒരു കിളി പോണ സാധനം വരും. ആ കിളി പോണ സാധനം അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യാ നമുക്കൊരു ഇത് തോന്നുന്നു, ഇത് ഏതാണോ ടൗൺ, കുറെ ടൗണിന്റെ ഉള്ളിലേക്കാട്ടാ ഈ വഴി പോണത്. കുറച്ച് ടൗണിന്റെ ഉള്ളിലേക്കല്ല, നമ്മൾ അവിടുന്ന് വന്നപ്പോ ഇതേപോലത്തെ ഒരുപാട് ടൗണുകൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു അല്ല, ഇങ്ങനത്തെ ടൗണുകൾ മാത്രമായിട്ട് ശ്രദ്ധിച്ചായിരുന്നു ഞാൻ ചോദിക്കുന്നത്. ഓടിച്ചായിരുന്നു നീയാണ് അതിപ്പോ ചോദ്യമല്ലോ ഓടിച്ച ഞാൻ ശ്രദ്ധിക്കാണ്ടിരിക്കുന്നതല്ലേ? അങ്ങനെയല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു ചെറിയ ടൗണും അതുപോലെ തന്നെ തിക്കുമുട്ടായിട്ടുള്ള ഇതികൾ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താകുമ്പോ പകല് ഭയങ്കര കഷ്ടപ്പാട് വരുന്ന സ്ഥലങ്ങളാണ് ഇത്. നമുക്കിങ്ങനെ കാണുമ്പോ തന്നെ മനസ്സിലാവും. ഒരു ചെറിയ സൈക്കിൾ വന്നാലും സ്കൂട്ടർ വന്നാൽ തന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് എല്ലാം അരിപ്പിക്കേണ്ട സാധനം ഇപ്പൊ നമുക്ക് ഒന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ
വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് കേസുകൾക്കായിട്ട് നമ്മൾ അതനുസരിച്ച് ആ കമന്റിൽ കണ്ടു കഴിയുമ്പോൾ മാറ്റങ്ങൾ, ഇപ്പൊ ഹെഡ്ലൈറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ആൾക്കാർ കറക്റ്റ് അല്ല ഇരിക്കുന്നത്, അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനത് ഓക്കെയായിരുന്നു, പക്ഷെ അത് തിരിച്ചില്ല, ആ ബട്ടൺ തിരിക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ കമന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ബുക്ക് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ബുക്കിന്റെ ആവശ്യമുണ്ടെന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ബുക്ക് നമ്മൾ വെക്കാൻ തീരുമാനിച്ചു. പിന്നെ ഉള്ളില് കോണിപ്പടിയുടെ അവിടെ 2 കമ്പികിടി വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് ഇത്ര ഹൈറ്റ് ലോഡ് വരുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിലും 2 കമ്പി ഒരു കോണി പോലെ നമ്മുടെ മുകളിൽ നിന്ന് കയറി പോണ പോലെയുള്ള ഒരു സംഭവം അവിടെ 2 വെൽഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ് ഒരു കാര്യഗിരി 1-2 കാര്യഗിരി ഉണ്ടല്ലോ, അത് മറന്നുപോയി. അങ്ങനെ ഓർമ്മയിൽ കുറേ കാര്യങ്ങൾ, ലൈറ്റ്, അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യിക്കണം. പിന്നെ ഇക്കടെ ഒരു ദിവസം പോയിട്ട് വേണം അങ്ങനെയുള്ള. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുകളിൽ ടോപ്പ് ലൈറ്റ്, ഇത് നില വഴി നമ്മുടെ ടോപ്പില് ലൈറ്റ് വെക്കണ, ലൈറ്റ് ആയിട്ട് വെക്കണില്ല, അതിന്റെ ആ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ലേശം ഹൈറ്റില് നല്ലൊരു ലുക്ക് ആക്കും. ആ ഒരു രീതിയിൽ ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഇനിയിപ്പോ ഓട്ടോ ഒന്ന് സെറ്റ് ആയിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അജീഷ് അതൊക്കെ വേണോ? വേണം. നമ്മളവിടെ കേരളത്തിൽ വന്ന് കിടക്കുമ്പോ ഓട്ടോ ഇല്ലാത്ത സമയത്ത് ചെയ്യാം. അതെ, ഓടിപ്പോയി നിരക്കടിച്ച് ചെയ്യാൻ നിൽക്കണ്ട. ഓട്ടോ കിട്ടുന്ന സമയത്ത് ഓടുക. അതെ, അല്ലാത്ത സമയത്ത്, ഓട്ടില്ലാത്ത സമയത്ത് നമുക്ക് കാര്യങ്ങൾ നിർത്തിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാം. അതിപ്പോ മിക്കയുടെ പറവൂർ കവറയുടെ വരുന്ന സമയത്ത് നല്ല ലോഡ് കയറ്റാനോ അങ്ങനെ ഈ വഴിയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ആയിട്ട് ഫുള്ള് തല്ലിപ്പൊളി വഴിയായിട്ട്. നമ്മളെപ്പോഴും പറയും കേരളത്തിലെ വഴി കണ്ടു കഴിഞ്ഞാൽ തമിഴ്നാട് വഴി ബെസ്റ്റാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ചെങ്കോട്ട വഴി, ശരിക്കും തേനിന്ന് ചെങ്കോട്ട വഴി നമ്മളിപ്പോ കൊല്ലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 30-40 കിലോമീറ്റർ കുഴപ്പമില്ല. പിന്നെ കാണുന്ന ഒരു 60-70 കിലോമീറ്റർ തല്ലിപ്പൊളി വഴി എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി വഴിയാണ്. ഇനിയിപ്പോ എവിടെ കയറിയാലും നല്ല വഴിയാവുക, എവിടെ നിന്ന് പോയാൽ നല്ല വഴി വരിക. നല്ല വഴി നമ്മുടെ അവിടെ ഇല്ലേ, സിംഗിൾ വഴി തന്നെയാണ്. സിംഗിൾ വഴി ആയിക്കോട്ടെ, പക്ഷെ വഴി ഈ വഴിക്ക് വന്നിട്ടില്ലല്ലോ. ഈ വഴിക്ക് വന്നിട്ടില്ലെങ്കിലും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അറിയുള്ളൂ. കുറച്ചാൾ വന്നിട്ട് കുറേ, ഞാൻ വന്നിട്ട് കുറേ. അപ്പൊ രക്ഷയില്ല. അപ്പൊ ആരോടും ചുറ്റും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സ്ട്രെയിറ്റ് തന്നെയല്ല കൊണ്ടുവരിക. വണ്ടികളൊക്കെ അവിടെ നിന്ന് വരുന്നതുകൊണ്ട് ഏതാണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാ വണ്ടി ഇതേപോലെ 90% വണ്ടികൾ പോകുന്നത് രാത്രിയിലാണ് അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. അതെല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ മൈലേജ് നോക്കിയിട്ടും തിരക്കില്ലാണ്ട് വേഗം എത്താൻ വേണ്ടിയിട്ടാണ് ഈ രാത്രിയിലേക്ക് കിടക്കണം. പിന്നെ ഒരുവിധം വണ്ടിക്കൊക്കെ ലോഡ് കയറ്റി പിന്നെ ദിവസം പകലാവും. അപ്പൊ അതുകൊണ്ട് രാത്രി ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇപ്പൊ നമ്മള് ഇന്ന് രക്ഷപ്പെട്ടതല്ലേ, ഒരു പൊടിക്ക് രക്ഷപ്പെട്ടതാ. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ലോഡ് കിട്ടില്ല. കാരണം എത്ര നേരം ഞങ്ങൾ അവിടെ ഓഫീസിൽ വെയിറ്റ് ചെയ്തു എന്നറിയോ. ഒരു പരിപ്പിന്റെ ഓട്ടം വന്നതായിരുന്നു നമുക്ക്. പരിപ്പിന്റെ ഓട്ടം വന്ന ആ പരിപ്പിന്റെ ഓട്ടം എടുക്കാനും നമ്മൾ അവിടെ നിന്നതല്ലേ. ആ പരിപ്പിന്റെ ഓട്ടം മിസ്സായി പോയി. വേറെ വണ്ടിക്ക് 5 മിനിറ്റ് പിന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എവിടേക്കാ നമ്മളോട് ചോദിച്ചാൽ മൈസൂർക്കല്ലോ, ബാംഗ്ലൂർക്കാ, മൈസൂർക്കൊക്കെ ചോദിച്ചു. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ നാഷണൽ പെർമിറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ മൈസൂർക്ക് പോകാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ 2-3 സ്ഥലങ്ങൾ ചോദിച്ചു. പക്ഷെ ഓൾറെഡി നമ്മുടെ വണ്ടി നാഷണൽ പെർമിറ്റ് ആണെങ്കിൽ ഞങ്ങൾ ഒന്നും നോക്കില്ല, നേരെ പോയാലും മൈസൂർ. പിന്നെ അവിടെ നിന്ന് കൽക്കട്ട കിട്ടണമെങ്കിൽ കൽക്കട്ട, അല്ലെങ്കിൽ എവിടെ കിട്ടണമെന്ന് വെച്ചാൽ അജീഷ് റെഡി അല്ലേ? എവിടെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൈൻഡിലായിരുന്നു കേട്ടോ ഞങ്ങള് നിന്നായിരുന്നത്. പക്ഷെ ഈ ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ സംഭവം ശരിയാവാണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്താ വീശെടുത്ത് പറഞ്ഞാൽ നീ ഓക്കെ. ഞാൻ ഇവിടെയൊക്കെ പോയപ്പോ അത്യാവശ്യം നല്ല വീശി ഇത് കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ എനിക്ക് ക്ലാസ് തന്നു, ഇങ്ങനെയുള്ള സ്ഥലത്ത് വീശണ്ട, ലോഡ് ലേസം കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ മെല്ലെ അങ്ങ് പോയാൽ മതി ഇതല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ. എനിക്കിപ്പോ മുത്തിന്റെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തോണ്ട് മുത്തിന്റെ പരീക്ഷ കഴിയും. അപ്പൊ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ മുത്തും അവളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു 2 മാസത്തേക്ക് എന്തായാലും ഫുള്ള് വണ്ടിയിൽ പോകാം എന്നുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ തമിഴ്നാട്, കേരളം അല്ലാണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്താ പറയാ അവിടുത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു സംതൃപ്തി അല്ലേ. നമുക്ക് കാശ്മീരിലേക്ക് ആപ്പിൾ എടുക്കാൻ പോയാലോടാ, നീ റെഡി അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നീ റെഡി അല്ലേ എന്ന് ചോദിക്കണം. നീ വരില്ല എന്ന് പറഞ്ഞ് എനിക്ക് വേറെ ആളെ നോക്കണത്. കാശ്മീരിൽ തണവാ ചേട്ടാ, എനിക്ക് അത് തന്നെ അവിടേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ നോക്കണേ. അങ്ങനെ പ്രശ്നണ്ടാ? നീ ഒന്നും മിണ്ടണില്ല, മറ്റേ പറയണ പോലെ ഒന്നും മിണ്ടണില്ലേ, കുട്ടി ഒന്നും മിണ്ടണില്ല. ഇങ്ങനെ വീശലെന്ന് പറഞ്ഞേ അല്ലേ? ആ ഡൽഹിക്ക് പക്ഷെ 10 വർഷത്തിന് കൂടുതൽ പഴക്കമുള്ള വണ്ടികളെ ഡൽഹിയിലൊന്നും കേട്ടില്ല. നമ്മൾ അവിടെ കൊണ്ടുവരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ എനിക്ക് പല സംസ്ഥാനങ്ങളിലേക്കും ഈ 10 വർഷത്തിനും പഴക്കം കൂടിയ വണ്ടികളില്ലേ, അങ്ങനെയുള്ള വണ്ടികളെ കയറ്റില്ല.
അപ്പൊ അത് ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ നിർബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ജിഷ്ടാ? പുത്തമണ്ടി അത്ര വേണം മോഡല് കൂടിയത് പുത്തമണ്ടി എടുക്കുന്നു. പുത്തമണ്ടി വേണ്ട, പുത്തമണ്ടി ഇപ്പൊ എത്ര 19 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കണതുകൊണ്ട് ആ വണ്ടിയുടെ വാടകയും ഈ വണ്ടിയുടെ വാടകയും സെയിം അല്ലേ? ഇപ്പൊ നമ്മളവിടെ ചെന്നു, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോ പറയാണ് വണ്ടിക്ക് വാടകയുണ്ട്. എന്റെ പുത്തൻ വണ്ടി എനിക്ക് കുറച്ച് ജാസ്തി വാടക വേണമെന്ന് പറഞ്ഞ് തരുവാണെങ്കിലും അപ്പൊ വണ്ടി കംപ്ലൈന്റ് ഇല്ലാണ്ടിരുന്നാ മതി. മോഡൽ കുറഞ്ഞതുകൊണ്ട് പല സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ളതും ആവാണ്ടിരിക്കുക. അപ്പൊ ഇത് നമുക്കിപ്പോ ഡൽഹിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ പറ്റില്ലാത്ത രീതിയിലുള്ള മോഡലുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് 10 വർഷത്തിൽ താഴെ എന്ന് പറയുമ്പോൾ ഒരു 2018 അല്ലെങ്കിൽ 2020 അടുത്തുള്ള വണ്ടി ആകുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 20 രൂപ 25 രൂപയുടെ ഉള്ളിലേക്ക് ആവും. 2020 25 28 രൂപ 30 രൂപയുടെ താഴെ കണ്ട് വണ്ടികൾ ഉണ്ടാവും തോന്നണം. അപ്പൊ നോക്കിയിട്ട് അതെന്ത് നമുക്കിത് എങ്ങനെയുണ്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് നടന്നാൽ കുറച്ച് നാൾ കൊണ്ട് നടന്നാലേ അറിയുള്ളൂ. ഇങ്ങടെ വരവ് കാ ചെലവ് കാ എത്രയുണ്ട് കാ എന്നുള്ളത് അറിയുള്ളൂ. ഇതൊന്നും അറിയാണ്ട് ഓടിപ്പോയി എടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്ക് ആ വരവ് ചെലവ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് മനുഷ്യ പേടിക്കേണ്ട കാശ്മീരിൽ നമ്മൾ പോകും. ഇല്ലെങ്കിൽ കാശ്മീരിലത്തെ ആപ്പിൾ തിന്ന് നമ്മൾ ഇവിടെ ഇരിക്കും, അല്ലാണ്ട് അവിടേക്ക് പോക്കുണ്ടാവില്ല. അവിടെ നിനക്ക് വല്ല അറിയുന്ന ആൾക്കാരുണ്ടാ കാശ്മീരിൽ വണ്ടി കൊണ്ട് പോണ ആൾക്കാര്? കാശ്മീർ പോണ ആൾക്കാരാ? കാശ്മീരിലേക്ക് ലോങ് സർവീസ് അടിക്കുന്ന അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോണ ആൾക്കാർക്ക് ഈ ഐഡിയ ചോദിച്ചു നോക്കാം. എനിക്ക് കാർ കൊണ്ട് പോയിട്ടുള്ള പരിചയമുള്ളൂ, അല്ലാണ്ട് ലോറി കൊണ്ട് പോയിട്ട് പരിചയമില്ല. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയോ? ഒരു മണ്ണിടിച്ചിലോ അങ്ങനെയുള്ള വല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. ആഴ്ചകളോളം വഴിയൊക്കെ പൂട്ടിയിടും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം വൈകുമ്പോഴും നമുക്ക് ലാഭം എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനെ സംബന്ധിച്ച് വലിയൊരു കേസാണ്. നമ്മൾ ഇന്നിപ്പോ ഓരോ ദിവസത്തിൽ കയറ്റി ഇറക്കി ലോഡ് കിട്ടി ലേശം വാടക കുറഞ്ഞിട്ടാണെങ്കിലും എല്ലാ ദിവസവും ഓട്ടം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റൊട്ടേഷൻ നടക്കും. അല്ലാണ്ട് നമ്മൾ നല്ല വാടകയ്ക്ക് വേണ്ടി കാത്തു നിന്ന് ഓരോ ദിവസം കളയും തോറും നമുക്ക് നഷ്ടമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാക്സിമം വോളിയം ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ ലാഭം കുറഞ്ഞാലും വണ്ടി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് റൊട്ടേഷൻ നടക്കും. ചിലവരുണ്ട് ലാഭമുള്ള ഓട്ടങ്ങൾ മാത്രം ഓടുന്നത്. ഞാൻ ടിപ്പർ എടുത്ത സമയത്തൊക്കെ എല്ലാം ഓടുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഓട്ടം ഓടിയിട്ട് എന്തിനാ വെറുതെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എന്താ പറയാ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കാൻ ഇപ്പൊ 2 മാസം മജീഷേ എന്തോട്ടം കിട്ടിയാലും ഓടുക. അല്ലാണ്ട് ഇപ്പൊ ഇതിന് അത്ര വാടക പിന്നെ ഡീസൽ പൈസ പോലും കിട്ടാത്തുള്ള ഓട്ടത്തിന് ഓടാന്നല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ആരെങ്കിലും 600 രൂപയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ 1000 രൂപയുള്ള സാധനം 600 രൂപയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ പോകാന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓടി മാക്സിമം കാര്യങ്ങൾ മനസ്സിലാവാനുള്ള ഞാൻ കൂടെ വരുന്ന സമയത്ത് പറയുന്നത്. പിന്നെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് എന്താ അപ്പൊ ഇന്ന് നമ്മളിപ്പോ തേനി പോയി 5 ഓഫീസിൽ പോയി. ഈ 5 ഓഫീസിലെ ഫോൺ നമ്പറുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടി. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഡ്രൈവറെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന നമ്പറുള്ളൂ ഇത്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ബന്ധം സ്ഥാപിച്ച് നമ്മൾ അവരായിട്ട് വർത്താനം പറഞ്ഞ് ഇടപഴകി കാര്യങ്ങൾ ഒരു 3-4 സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ലോഡ് എടുത്ത വണ്ടിയെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പ്രയോറിറ്റി കൂടുതൽ കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ തന്നെ ഇന്ന വണ്ടി എണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമുണ്ടാവുന്നത്. നമ്മൾ ചെന്ന് മിണ്ടാണ്ടിരുന്ന ആ സ്ലിപ്പ് മേടിച്ച് പോകുന്ന ഇരിക്കുകയല്ലോ, ചെന്നപ്പം തൊട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഓർമ്മയിലും കാര്യത്തിലും ഉണ്ടാവുന്നത്. ഇപ്പൊ ഇന്ന് മറ്റേ ആള് പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ ഒരേ ആൾക്കാര് നമ്മളുടെ അടുത്ത് എന്താ പറയാ ഓട്ടങ്ങളിൽ നേരിട്ട് വരെ പറയുന്ന കാര്യങ്ങളുണ്ടാവുന്നു. അപ്പൊ അങ്ങനത്തെ എന്താ പറയാ നമ്മൾ മാക്സിമം ബന്ധങ്ങൾ സ്ഥാപിച്ച് നമ്മുടെ ഓട്ടങ്ങൾ പെർഫെക്റ്റ് ആക്കുക. നോക്കി എല്ലാ സ്ഥലത്തും പോലീസിന്റെ ചെക്കിങ് ഉണ്ടാവും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, കേരളത്തിലെ ഇലക്ഷൻ ആവണത് കൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പൈസ കേരളത്തിലേക്ക് ഒഴുകുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല ഒഴുകുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷന്റെ സമയം ആയതുകൊണ്ട്, ഇലക്ഷന്റെ സമയം ആയിട്ടില്ല എന്നാൽ കൂടി അതായതുകൊണ്ട് കാശ് കൊണ്ടുപോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഉണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ, അതുപോലെ പിന്നെ എന്നിട്ട് ഒരു പത്രപ്രവർത്തകൻ, പിന്നെ 3-5 പോലീസുകാർ ആയിട്ട് എല്ലാ വണ്ടികളും ഓപ്പൺ ചെയ്ത് തുറന്നു നോക്കി സെർച്ച് ചെയ്തിട്ടാണ് ഇടപെടുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എയർ എല്ലാ ടയറിലും കറക്റ്റ് ചെയ്ത് ഇപ്പൊ പെർഫെക്റ്റ് ആക്കിയില്ലേ, ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമായി വണ്ടി ഓടിക്കാനായിട്ട്. മറ്റൊരു പതിച്ചലായിരുന്നു ഇല്ല ജീഷ, ആ ഒരു സംഭവം വിട്ടാൽ മാറി. വണ്ടി ഇപ്പൊ കാര്യം എടുക്കുമ്പോൾ സിമ്പിളായിട്ട് പോണ പോലെ. ഇപ്പൊ നമ്മൾ 6ാമത്തെ ഗിയറായാലും മെല്ലെ പോവാണെങ്കിലും വണ്ടിയുടെ ഒരു പതിച്ചില്ല. മറ്റേത് ഗിയർ ഡൗൺ ചെയ്യാതെ ഇപ്പൊ ഓടിക്കാൻ പറ്റായിരുന്നോ? ഇങ്ങനെയുള്ള ഒരു ഇതില് പറ്റില്ലായിരുന്നു. അപ്പൊ അത് സുഖമായിട്ട് അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. നമുക്കിനി എവിടെ ബോർഡ് കണ്ടത് വെട്ടിക്കല്ല, ഇവിടെ നീ നോക്കിയാ അറിയോ
തുറക്കാം. നോക്കിയിട്ട് പോവാം. തെങ്കാശി, നമുക്ക് തെങ്കാശിക്ക് അങ്ങടല്ലേ? അപ്പൊ തെങ്കാശി ആണെങ്കിൽ അങ്ങോട്ട്. ഓക്കെ, അതായത് ചോദിച്ചത്. അപ്പൊ തെങ്കാശി റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. തെങ്കാശി വഴി തന്നെയല്ലേ കുറ്റാലൊക്കെ? അതിന് അവിടെ ബോർഡുണ്ട്, അതിന്റെ അടിയിൽ കൊടുത്ത് വേറെ എഴുതിണ്ടാ, ശ്രദ്ധിച്ചില്ല. പിന്നെ കൂടുതലും ഞാൻ വണ്ടി ഓടിക്കുമ്പോ അജീഷ് അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാ? അതാ ശ്രദ്ധിക്കേണ്ടത്. ഇംഗ്ലീഷ് പോടാൻ ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ്. പിന്നെ വണ്ടിയില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലോങ് സർവീസ് നമ്മളൊക്കെ പോണ സമയത്ത് നമുക്ക് AC ഉണ്ടെങ്കിൽ യാത്രയ്ക്ക് ക്ഷീണം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങണ സമയത്ത് നമുക്ക് AC കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഡ്രൈവർമാർക്ക് അതിൽ ലോഡ് ഇറക്കണ സമയത്ത് കിടന്നുറങ്ങാൻ പറ്റുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ചൂട്ടത്ത് കിടന്നുറങ്ങേണ്ട ആവശ്യമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പണിയെടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് കുറയുമ്പോൾ മുതലാളിമാരോട് പൊതുവെ ദേഷ്യം തോന്നും. അവരുടെ മനസ്സിൽ തോന്നുന്ന വെറുപ്പ് മുഴുവൻ നമ്മളോടാവും പ്രകടിപ്പിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് സംതൃപ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം. അജീഷ് സംതൃപ്തനല്ലേ ഇപ്പോ? ആണ്, സംതൃപ്തനാണ്. അല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇത് സീരിയസ് ആയിട്ട് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ മുതലാളി തൊഴിലാളി ബന്ധം തന്നെ. ഞാനും വണ്ടി ഓടിക്കണം, നീയും വണ്ടി ഓടിക്കണം, അല്ലാണ്ട് ഞാൻ മുതലാളിയായിട്ട് കയറി ഇരുന്ന് വണ്ടി ഓടിക്കണം, അങ്ങനത്തെ ഒരു ഇതല്ല പറയണം. നമുക്ക് ഓടിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഡ്രൈവർമാരെ അറിയാം. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇത് ചെയ്യണത്. എന്താ പറയാ, ലോങ് പോകുമ്പോൾ അതിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ കിടന്നുറങ്ങാനും ഇതൊക്കെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലത്ത് 1 മിനിറ്റ് ഡോർ അങ്ങോട്ട് തുറന്നപ്പോഴേക്കും ഫുള്ള് കൊതുകല്ലായിരുന്നു. അപ്പൊ എന്താ പറയാ, നീ ഒരു AC ഇല്ലാത്ത വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങുമ്പോൾ കൊതുക് അടിച്ചിട്ട് അവിടെ കിടന്നുറങ്ങാൻ പറ്റുമോ? അതാണ് വ്യത്യാസം. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് യാത്രകൾ ലോങ് പോകാനായാലും അല്ലെങ്കിൽ എന്താ പറയാ വണ്ടി ഓടിക്കാനായാലും പ്രത്യേക സംതൃപ്തി ഉണ്ടാവും. പിന്നെ തൊഴിലാളിയും തമ്മിലുള്ള ഒരു ഇത് അന്തർധാര നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ എന്ത് പ്രസ്ഥാനം നന്നായിട്ട് പോകും. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എൻ്റെ ഈ 15 കൊല്ലത്തെ വണ്ടി കൊണ്ട് നടക്കണ ഒരു ഇത് വെച്ച് 15 കൊല്ലത്തെ വണ്ടി കൊണ്ട് നടക്കുന്ന ഫീൽഡിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അങ്ങനെയാണ്. നമ്മള് ഇടപഴകണ അനുസരിച്ച് തിരിച്ചിങ്ങോട്ട് ആൾക്കാരിൽ നിന്നുള്ള പെരുമാറ്റം കിട്ടുള്ളൂ. ഞാൻ നന്നായിട്ട് പെരുമാറാണ്ട് എന്നോട് തിരിച്ചിങ്ങോട്ട് നല്ല പെരുമാറ്റം കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടും, അതില്ല. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് അടുത്ത വഴി പിടിച്ച് ഇങ്ങനെ പോവാം. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ തെങ്കാശിയാണ് അടുത്ത സ്ഥലം. തെങ്കാശിക്ക് വിട്ടടിച്ച് പോവാം അല്ലേ? ഇന്നത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 93.18 കേട്ടോ. ഇതിപ്പോ തമിഴ്നാട്ടിലെ വില. ഇപ്പോൾ നമ്മൾ ഡീസൽ അടിച്ചു, മൈലേജ് ചെക്ക് ചെയ്തു. മൈലേജ് ചെക്ക് ചെയ്തപ്പോൾ 2.82 മൈലേജ് കാണിക്കണം. അപ്പോൾ നമ്മൾ ഓടിയത് 388 കിലോമീറ്റർ ഓടിയപ്പോഴാണ് നമ്മൾ അവിടെ വണ്ടിയിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ 388 കിലോമീറ്റർ ഓടി നമ്മൾ വീണ്ടും ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് അടിച്ചു നോക്കിയപ്പോൾ 2.82 മൈലേജ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മൈലേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.9 വരെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറവ്. പിന്നെ അത് ആവറേജ് കയറി വന്നിട്ട് ഇപ്പോൾ നമുക്ക് 3. എത്ര വരെ കാണിച്ചുകൂടാ? 3.2 വരെ കാണിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ 3.2 വരെ കാണിച്ചപ്പോൾ ഞങ്ങൾ ഇത് അറിയാൻ വേണ്ടിയിട്ട്, വണ്ടിയുടെ ഓട്ടത്തിൻ്റെ ഇത് അറിയാൻ വേണ്ടിയിട്ട് 0 അടിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മറ്റേ മൈലേജ് ഇതിലാക്കി കഴിഞ്ഞാൽ, അതായത് എത്ര കിട്ടണമെന്ന് അറിയാനുള്ള ഇതിൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നാലാണ് ആക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഇപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇത് തന്നെയാണോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഞെക്കിയതുകൊണ്ട് തന്നെ ഇതിനകത്ത് മൈലേജ് വേറെ ആയിരുന്നു കാണിച്ചാൽ ഇതിനകത്ത് 3.3 കാണിച്ചു. പക്ഷെ നമുക്ക് 2.8 കിട്ടിയിട്ടുള്ളൂ ആവറേജ്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇനി മൈലേജ് കിട്ടിക്കോളൂ. കാരണം അത് എയർ കുറവിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. പിന്നെ അത് തന്നെയല്ല വണ്ടിയുടെ വഴിയുടെ ഇതൊക്കെ മാറിയപ്പോൾ എന്താ പറയുക, ഇനീഷ്യൽ പവറും അതേപോലെ തന്നെ വണ്ടി പതിയണ പോലെയോ ഒന്നും തോന്നണില്ല. മറ്റേ എയർ കുറവ് കൊണ്ടായിരുന്നു. പിന്നെ അത് കാരണം നമുക്ക് ആ മൈലേജ് ഇനി അടിക്കണതിലാണ് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് വേറൊരു കേസ് കൂടിയുണ്ട്. അതായത് 1 ലിറ്റർ നമ്മൾ കൂടുതൽ അടിക്കുമ്പോഴേക്കും ചെറിയ മൈലേജിൻ്റെ വ്യത്യാസം അപ്പം കാണിക്കും. ഇപ്പോൾ അടിച്ചപ്പോൾ സാധാരണ ഇങ്ങനെ നമ്മൾ കുത്തി നിർത്തിയിട്ട് കട്ട് ഓഫ് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ പമ്പിലെയും ഒരേ ഇത് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ വെക്കണ രീതിയിലും അതേപോലെ വെച്ചിട്ട് എടുക്കുന്ന രീതിയിലും ഒക്കെ വ്യത്യാസങ്ങൾ വന്നാൽ അതനുസരിച്ച് മൈലേജിൽ 1.2
പോയിന്റൊക്കെ എങ്ങനെ പോയാലും വ്യത്യാസം വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഒരു 3 ലിറ്റർ കുറവ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞിട്ട് അവർ വേണമെങ്കിൽ നിർത്തും. കാരണം നമ്മൾ ഇതിപ്പോൾ ഞാൻ നിർത്തുന്നു പറഞ്ഞിട്ട് വീണ്ടും അടിച്ചു. അപ്പോൾ അത് പുറത്തേക്ക് ഒലിച്ചു പോകാവുന്ന കണ്ടീഷനിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചത് പുള്ളി. അപ്പോൾ അങ്ങനെ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ അടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2.8 കിട്ടിയത്. അല്ലെങ്കിൽ ഒരു 3ന്റെ അടുത്ത് മൈലേജ് കിട്ടും. കാരണം വെച്ചാൽ 3-4 ലിറ്റർ ഡീസൽ കുറവ് വരുള്ളൂ. ഇതിപ്പോൾ നോക്കിക്കോ, അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ ചെരുമാറി വരുമ്പോൾ നിനക്ക് പുറത്തേക്ക് പോയില്ലേ ഡീസൽ? അത് തന്നെ. നീ ഇന്നലെ അടിച്ചപ്പോൾ ലേശം കുറവായിരുന്നു അതിന്റെ അടിയിൽ അടിച്ചത്. ഞാൻ ഇവനോട് കുറേ പ്രാവശ്യം പറഞ്ഞു, എന്നാൽ ഫുൾ ടാങ്ക് എന്നാലും തുളുമ്പി പോകാമേ അടിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇല്ല പോകല്ല വീണ്ടും വെച്ച് ആ കാശ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ അടിച്ചു. പിന്നെ വീണ്ടും കറക്റ്റ് ആള് ആ 12,800 രൂപയ്ക്കാണ് അടിച്ചത്. ഈ 12,800 രൂപ ആക്കാൻ വേണ്ടിയിട്ട് ആള് ആദ്യം 500 കൊണ്ട് നിർത്തി, വീണ്ടും 600 കൊണ്ട് നിർത്തി, എന്നിട്ട് വീണ്ടും ഞാൻ എന്തെങ്കിലും കാണിക്കട്ടെ വെച്ചു. അതാണ് ഇത്ര കൂടുതൽ വന്നതിന്റെ ഒരു കാര്യം. പിന്നെ ഇവിടെ ഡീസലിന്റെ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടത്തേക്കാൾ 2 രൂപ കുറവാണ്. എന്തായാലും ഇപ്പൊ നമുക്കൊരു 3 മൈലേജ് എന്തായാലും 2.8 കാണിച്ചു കഴിഞ്ഞാലും 3ന്റെ മുകളിൽ മൈലേജ് കിട്ടിയിട്ടുണ്ടാവണം. കാരണം നമ്മുടെ ഡീസൽ അടിച്ചത് കുറച്ച് ലിറ്റർ കൂടുതൽ കയറിയിട്ടുള്ളത് കൊണ്ട്. അപ്പൊ മൈലേജിന്റെ കേസ് ഏറെക്കുറെ നമുക്ക് തീരുമാനം. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി ഞങ്ങൾ വരുന്ന വഴിക്ക്. അത് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല, കാരണം വരുന്ന വഴിക്ക് പോലീസ് കൈ നീട്ടി. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-8 സ്ഥലത്ത് പോലീസിന്റെ സ്പീഡ് ബാരിയർ വെച്ചിട്ട് പോലീസുകാർ ഇരിക്കണില്ലേ? എത്ര സ്ഥലത്തുണ്ടായിരുന്നു? 5-6 സ്ഥലത്തുണ്ടായിരുന്നു. അതിൽ പല ആൾക്കാർ വണ്ടിമേലേക്ക് ഇങ്ങനെ ടോർച്ചടിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ നമ്മൾ നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നിനും അല്ല, അവർ പൈസ കിട്ടാൻ വേണ്ടിയ ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പൊ നമ്മൾ നിർത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയമുള്ള കേസല്ല. പക്ഷെ ഇവിടെ അടുപ്പിച്ചു കൊണ്ട് വെച്ചിട്ട് അത് എന്താ പറയാ, വണ്ടി കിടക്കില്ലാത്ത കണ്ടീഷനിലാക്കി വെച്ചേക്കാം. അപ്പൊ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതാകുമ്പോൾ ഇറങ്ങി വേണമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ട് വിളിച്ചിറക്കുക. അപ്പൊ അങ്ങനെയായിപ്പോ ഞാൻ ആളോട് ചോദിച്ചു, സാർ എന്തിനാ ഞാൻ പുറത്തിറങ്ങണേ, എന്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേഖ തരാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു എസ് ഐനെ പോയി കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എസ് ഐയോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. കാരണം നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ പേപ്പർ കാണിച്ച് ഇത് ഈ 5-6 സ്ഥലത്ത് ഇത് തന്നെയാണ് പിന്നെ ഈ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എസ് ഐയോട് ഞാൻ ചോദിച്ചു എന്തിനാ സാർ വരാൻ പറഞ്ഞു. ആ ബില്ലെടുക്കും, ഈ ബില്ലെടുക്കും, മറ്റേ ബില്ലെടുക്കും എന്നൊക്കെ പറഞ്ഞു. എല്ലാ ബില്ലുള്ള കാരണം എല്ലാ സാധനങ്ങളും കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആള് പറഞ്ഞു ഇതിന്റെ 10 കൂടുതല, 10ന്റെ ബില്ലെടുക്കാൻ പറഞ്ഞു. അപ്പൊ 10ന്റെ ബില്ലും കൊടുത്തു. അപ്പൊ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആള് പറയാം ഹെഡ് ലൈറ്റും മറ്റേ ഇതില്ലാന്ന്. എന്നിട്ട് പറഞ്ഞാൽ കറുപ്പ് പുള്ളിയില്ല, അതിന് ഫൈൻ അടയ്ക്കുന്നത്. ഞാൻ പറഞ്ഞേ സാർ ഇത് ഫൈൻ അടയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഇത് തൊട്ടപ്പുറത്ത് സാറിന്റെ അപ്പുറത്ത് വന്ന് ഇരിക്കും, ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട്. സാറ് നമുക്ക് എങ്ങനെ പോകേണ്ടതെന്ന് അറിയോ? നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്ക്. സാറ് കൈക്കൂലി മേടിക്കുന്നത് ഞാനിവിടെ മറ്റേ മൊബൈൽ ക്യാമറയിൽ പിടിച്ചിട്ട് ലൈവ് വിടും എന്ന് പറഞ്ഞു. സാർ ഈ കണ്ട വണ്ടിനെ മുഴുവൻ പിടിച്ചിട്ട് ഇവിടെ പൈസ ഉള്ളത് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി കൈയോടെ തന്നെ പറഞ്ഞു അല്ല പോട്ടെ പ്രശ്നമില്ല, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചേ അങ്ങോട്ടും കുറച്ച് വർത്താനം പറഞ്ഞു. കാരണം വേറൊന്നുമില്ല, പൈസ കിട്ടാൻ വേണ്ടി എന്തൊക്കെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മൊത്തം ചെയ്യാന്ന് പറയില്ലേ. നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം. രണ്ടും കൽപ്പിച്ച് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു പൊക്കുന്നു. അപ്പൊ ഇവരൊക്കെ സെയിം പരിപാടിയാണ്. അതായത് ഇവിടെ നോക്കി കൊടുക്കാം അല്ലെ, പൊക്കോളേ ഒരു വണ്ടി അവിടെ നിന്ന് നമുക്ക് വഴി ഇത് തന്നെയല്ലേടാ. അപ്പൊ 100 രൂപ പോണോണ്ടല്ല ഇതിന്റെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഇവര് നമ്മളെ ഈ ഒരു 5-6 സ്ഥലത്ത് കൈ നീട്ടി അവിടെ ഇറങ്ങി ചെന്ന് അവിടെ 10 രൂപ എടുത്ത് ഇവിടെ 10 രൂപ എടുത്ത് എന്തൊരു സമയവും പോയി എന്തും കളഞ്ഞ് ഈ പറഞ്ഞ പോലെ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു സാറെ പൈസ മേടിച്ചോ, അതിന് വേണ്ടിട്ട് മിരട്ടാൻ നിൽക്കരുത് ആവശ്യമില്ലാണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആൾ പറഞ്ഞു ആ ശരി പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിന്ന് പറയാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിന്ന് പറയാണ്. നീ വലുത് അറിഞ്ഞു ഇതൊക്കെ? പോവാല്ലേ, ഞാൻ വിചാരിച്ചു നീ ഉറങ്ങാൻ, നീ ഒന്നും മിണ്ടത് കേൾക്കണല്ലേ. ആരാടാ ഡ്രൈവർ? ഞാനാ ഡ്രൈവർ. തിരിക്കാൻ വയ്യ. ഇനി നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് കയറണോടാ. അത് സ്ഥലം ഏതെത്തിയതറിയോ? നമ്മളങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടേക്കാണ് കേട്ടോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി മൊത്തം ബ്ലോക്കാണ്. നീ കിടക്കണുണ്ടോ വണ്ടികള്, നിറച്ചും വണ്ടികൾ. നമ്മുടെ ഫ്ലാഷ് ഇട്ടാരണം കാണുന്നില്ല, കണ്ടോ ഫുള്ള് വണ്ടി കിടക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തോ വണ്ടി കംപ്ലൈന്റ് ആയിട്ടാണോ അതെ വണ്ടി തട്ടിയിട്ടാണോ
അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കും. എത്ര നേരെങ്കിലും കഴിഞ്ഞിട്ട് നോക്കാം. ചെറുവണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട്, വലിയ വണ്ടികൾ ഒന്നും പോകുന്നില്ല. അപ്പോൾ ഇത് ചെങ്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുള്ള. ഇവിടെ ഇപ്പോൾ RTO പോലീസിൽ പോയി പേപ്പറും കാര്യങ്ങളൊക്കെ കാണിച്ച് പോകുന്നു കേട്ടോ, കാണിച്ച് പോകുന്നു. അപ്പോൾ എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്രയാ 70 സംതിങ് കിലോമീറ്റർ അങ്ങാണ്ട് ഉള്ളൂ നമുക്ക് ഫസ്റ്റ് ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക്. ഇപ്പം സമയം ഏറെക്കുറെ 4:45, 5 മണി ആവാനാണ് പോണത്. അപ്പോൾ നമ്മളൊരു 6:45, 7:45, 8 മണി 9 മണിക്ക് ആവണോട് കൂടിയിട്ട് അത്രയൊന്നും വേണ്ട, എന്നാലും ഇനി മെല്ലെ വല്ലയിടത്ത് നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോയാൽ തന്നെ അത് മതി സമയം. അപ്പോൾ നമ്മളുടെ ഈ ബ്ലോക്ക് എപ്പോൾ തീരും എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമ്മുടെ അജീഷ് എന്താ പുറത്തിറങ്ങി നിൽക്കണ പോയിട്ട് അവിടെ നിന്നുള്ളൊരു വണ്ടി വന്നു. അപ്പോൾ ബ്ലോക്ക് തീർന്നു. അവിടെ നിന്ന് ഒറ്റ വണ്ടി വരണ്ടായിരുന്നില്ല. വണ്ടികൾ വന്നു തുടങ്ങി. ബ്ലോക്ക് തീർന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ടോറസുകൾ വരുന്നുണ്ട് കേട്ടോ. മറ്റേ ടിപ്പർ ടോറസ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഈ റോട്ടിൽ കൂടെ. ചെങ്കോട്ടയിൽ നിന്ന് എവിടേക്ക് പോകണമെന്നോ അജീഷിനോട് ചോദിച്ചാൽ അറിയാം. മൊത്തം ബ്ലോക്കാ. ടിപ്പർ വലിക്കണല്ലടാ, ആ ട്രെയിലർ മുട്ടിച്ച് പിടിക്കണ്ടേട്ടാ. ഗ്യാപ്പ് ഇട്ടോ, കയറ്റം കയറാത്ത വണ്ടികളും കൊണ്ട് റിവേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടു. കേട്ടോ ഒക്കെ പെടും. ഇതേ വരുന്ന ബാക്കിലേക്ക് നിർത്തിക്കോ. ഗ്യാപ്പിട്ടോ രക്ഷയില്ല. ആകെ പ്രശ്നമായിട്ടാണ് നിൽക്കണേ. ഞാൻ ഇറങ്ങിപ്പോയിട്ടേ എല്ലാവർക്കും ഒന്ന് റേറ്റ് പറഞ്ഞു കൊടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഏറ്റവും ടോപ്പിലുണ്ടാവാ. ഹസ്ബൻഡ് ഇപ്പോൾ റേറ്റ് പറഞ്ഞു കൊടുക്കണ്ടേ അവർക്ക്. നീ ഗ്യാപ്പ് ഇട്ട് നിർത്തിയാൽ മതി കേട്ടാ. നല്ലത് ഇത്ര ഗ്യാപ്പ് ഇട്ടോ. ഉള്ളിൽ കയറണമെന്ന് കയറിക്കോട്ടെ വന്നിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂട്ടിൽ കുത്തി പിടിക്കണ്ട, ഒന്നും കയറാണ്ടായി നിൽക്കണത്. അയ്യോ എന്താ ബ്ലോക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് നടന്നതാണ് കേട്ടോ. അപ്പം നോക്കിയപ്പോൾ എല്ലാം ബ്ലോക്ക് കുറച്ച് മാറി തുടങ്ങി. പക്ഷെ കുറേ വണ്ടി കയറ്റത്ത് ഇതേ കണ്ടു വലിക്കാണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ട്രെയിലറാണ്. ബാക്ക് വീലൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വണ്ടിയും എല്ലാം അരിച്ചരിച്ചരിച്ച് കയറുക. ബ്ലസാറോ നല്ല അടിപൊളിയായിട്ട് കയറി പോകണ്ട കേട്ടോ. ഞങ്ങൾ പഴയ കാലത്ത് ചെറുപ്പത്തിൽ ഈ വഴിക്ക് വരുമ്പോഴേ ഒരുപാട് മറ്റേ വൈക്കോല് വണ്ടികളുണ്ടല്ലോ. വൈക്കോല് വണ്ടികൾ ഫുള്ള് വൈക്കോല് കയറ്റി വരും. എന്നിട്ട് ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എന്താ വെച്ചാൽ വണ്ടി കിടക്കില്ല, വൈക്കോല് ഇങ്ങനെ കൂടുതൽ കെട്ടിയിട്ടുള്ളത് കൊണ്ട്. എന്നിട്ട് വൈക്കോല് വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ പൊന്തും, അതുമ്പോൾ മുട്ടിയിട്ട് ആ മഞ്ഞ സ്ഥാനത്തുമ്പോൾ മുട്ടിയിട്ട് എന്നിട്ട് ഫ്രണ്ട് അടിക്കും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഫ്രണ്ടും ബാക്കും തല്ലിയാണ് ഈ വണ്ടിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നു പോവാട്ടോ. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കതച്ചു. ഈ ഒരു വണ്ടിയാണ് ഇവിടെ മൊത്തം ബ്ലോക്ക് ഉണ്ടാക്കിയത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി രണ്ടും കേടായി. കിടക്കണ വണ്ടി കേട്ടോ. അതിനെന്തോ പറ്റി, ഈ വണ്ടിക്ക് എന്തോ പറ്റി, അതുപോലെ തന്നെ ഈ വണ്ടിക്ക് എന്തോ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 വണ്ടി ബ്ലോക്കായിട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികൾ മുഴുവൻ ഫുൾ ബ്ലോക്കായത്. ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോറികളാകുമ്പോഴേ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ബാക്കിലേക്ക് ഇറങ്ങി വന്നതല്ലേ, വണ്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ടിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കമില്ല. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രേക്കുമ്പോൾ കാല് വെച്ച് നിൽക്കുമ്പോഴേ വണ്ടികൾ എയർ ചെറിയ ലീക്കുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ എയർ ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ബുദ്ധിമുട്ടാണേ. ഇതുണ്ട് ഇവിടെ ഒരു അസുവിളവുണ്ട്. അപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടികളൊക്കെ നിൽക്കുന്നത്. ഉണ്ട് എത്ര വണ്ടികളാണ് നിൽക്കണമെന്ന് നോക്കിയേ. ഇപ്പോൾ ഇവിടെ ആകെ ഒരു വളവ് 1-2 വളവ് മാത്രമേ ഉള്ളൂ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ആ വളവിൻ്റെ അവിടെ കറക്റ്റ് വണ്ടി കേടാവലും ഇങ്ങനത്തെ സംഭവം കൂടി ആകുമ്പോഴേ വെട്ടാന്ന് പറയില്ലേ, വണ്ടികൾ എടുത്ത് പോകണമെന്ന് തന്നെ കണ്ട. അയ്യോ
ഓ എൻ്റെ ഒറ്റടിക്കൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇല്ലേ പണി എപ്പോൾ പാളിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ബാക്ക് വന്നാൽ പോയിട്ടേ പോലീസ് ഉണ്ട് ഇവിടെ, 2 പോലീസുകാർ വന്നു കേട്ടോ. ഓ അപ്പോൾ കുറേ സമാധാനമായി. കണ്ട പെട്ടു. ഇനി അവനെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും. ഇവൻ ബാക്ക് എടുത്ത് അവൻ്റെ പള്ളക്ക് കൊണ്ടുപോയി ഇടിക്കും. ബാക്കിയുള്ളവരൊക്കെ നിർത്തി. അവൻ കയറ്റി ഒപ്പത്തിന് നിർത്തിയിട്ടാ രക്ഷപ്പെട്ടു. കണ്ട അവനവിടെ ഒടിഞ്ഞു കിട്ടിയില്ല. നിറച്ചും വണ്ടികൾ കിടക്കണണ്ട. അയ്യോ ബാക്ക് എടുത്ത് ഇറങ്ങി ഓടിച്ചങ്ങോട്ട് പോകും കേട്ടോ. നല്ലൊരു കയറ്റം അത്. നമ്മുടെ വണ്ടി അവിടെ നിന്ന് വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വണ്ടി ഒന്നും എത്താറായി ഉണ്ടാവില്ല, ഒരുപാട് ബാക്കിലാണ് കിടക്കണത്. ഓടിച്ച് പോകണുണ്ട്. എങ്ങനെയാണ് ഇങ്ങോട്ട് കയറി ഇങ്ങനെ ഒടിച്ച് ഇപ്പുറത്തേക്കടെ കയറി. ബസ് കുഴപ്പമില്ല, കാലിയാ, നീളം മാത്രം ഒന്ന് കയറ്റി ഓടിച്ചാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല. ആ വണ്ടി ബ്ലോക്ക് ആയതാണ് കേട്ടോ, കംപ്ലൈൻ്റ് ആയതാണ് ഇങ്ങനെ ബ്ലോക്ക് ആവാനുള്ള മെയിൻ കാരണം. എന്തായാലും നമ്മുടെ വണ്ടി കയറി പറ്റേ. ആ ലൈനിൻ്റെ അവിടെ ഒടിഞ്ഞു കിട്ടിയില്ല കേട്ടാ. അവിടെ റിവേഴ്സ് എടുത്ത് ഫ്രണ്ട് എടുത്ത് നിന്നുകൊണ്ടേ ബസ് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇവനെ ഓടിച്ചാൽ കിട്ടുകയാണോ ഒറ്റയടിക്ക്? കുഴപ്പമില്ല, കയറിപ്പോയി. ചില വണ്ടി ഒറ്റയടിക്ക് നല്ല ഒടിയുള്ള വണ്ടിയാണ്, പ്രശ്നമില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാനുള്ള വണ്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടാ. ചെറുവണ്ടിക്ക് ഇതൊന്നും ഒരു ബാധകമല്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മളാണെങ്കിലും കാർ കൊണ്ട് വരികയാണെങ്കിൽ സിമ്പിളായിട്ട് പോകുമല്ലോ. എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് കേട്ടോ. നോക്കി ഓടിച്ചില്ലെങ്കിൽ എല്ലാവരും ഇതേപോലെ തന്നെയാണ് വരിക. ഇവനെ ഓടിച്ചിട്ട് കിട്ടിയില്ല. ഈ നീളം കൂടിയ വണ്ടി ഉണ്ടല്ലോ, അത് 28 അടി വരുന്ന വണ്ടികളൊക്കെ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെയുള്ള വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്കൊന്നും ഒടിഞ്ഞ് കിട്ടില്ല. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ട്രെയിലർ ഇതേ വരുന്നു, ട്രെയിലർ ഇത് അവിടെ നിന്ന് തന്നെ ആകെ ബോധം പോയിട്ട് വന്നുകൊണ്ടിരുന്നു ഈ ട്രെയിലറൊക്കെ. എന്താവുന്നുള്ളത് അറിയില്ല. നമ്മുടെ KSRTC വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ആ തിക്കിൽ ആള് നമ്മുടെ ഒപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇടയിൽ കയറിയതാ. ട്രെയിലർ സിമ്പിളായിട്ട് ഓടിയുണ്ട് കേട്ടോ. ട്രെയിലർ ഇതേ വരുന്ന നോക്കി എങ്ങനെയാണ് അയ്യോ, നമ്മുടെ സൈഡിൽ കൂടെയാണല്ലോ വരുന്നത് ട്രെയിലർ. ബാക്കി എല്ലാ വണ്ടിയും ഓടിച്ചെടുക്കണതിൻ്റെ പകുതി സ്ഥലം പോലും ആവശ്യം വന്നില്ല ട്രെയിലറിന്. ഇത് മുട്ടിച്ച് പിടിച്ച KSRTCക്ക് എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി പണി. ഈശോ, ഏതിലൊക്കെ വണ്ടികൾ വരുന്നത് നോക്കിയേ. അതിലൊരു കാർ അപ്പുറത്തേക്ക് കയറ്റി കൊണ്ടുപോകും. എന്തായാലും പെട്ടു. നമ്മുടെ വണ്ടിയൊക്കെ എത്തുമ്പോഴേക്കും സമയം കുറേ ആവും, വെയിറ്റ് ചെയ്യാം. ഞാൻ മുകളിലേക്ക് നടന്ന് കയറി പോന്നിട്ടോ. അതേ നമ്മുടെ വണ്ടി വരുന്നുണ്ട്. പോണ ഇറങ്ങി. ഒറ്റയടിക്ക് കിട്ടാത്തവരൊക്കെ ഒരു വണ്ടി പോയതിന് ശേഷം അടുത്ത വണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് മൂട്ടിൽ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. അജീഷ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ശരിക്കും ടെന്നേജ് കൂടിയ വണ്ടികളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മുട്ടി നിൽക്കും. അജീഷ് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ കയറി പോവായിരിക്കും. കുഴപ്പമുണ്ടായില്ല. മണ്ടൻ, ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കയറിപ്പോയതിനാ വണ്ടി. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി ചവിട്ടിയില്ലോ, അവിടെയും വണ്ടി ചവിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി എങ്ങനെ വീശി അടിച്ച് വരികയാണെങ്കിൽ സുഖമായിട്ട് ഈ വണ്ടിയിൽ നിന്നല്ല വണ്ടിയൊക്കെ കിട്ടും. തൊട്ട് ബാക്കിൽ പിടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. ലേശം അകത്തി പിടിക്കാൻ പറയുകയാണ് നല്ലത്, ഏത് വണ്ടിയുടെ ആയാലും.
വേറെ വല്ലവരും കയറുകയാണെങ്കിൽ പിന്നെ പേടിക്കാൻ നിൽക്കണ്ടല്ലോ. കയറി വരുന്നുണ്ട്, വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്. ഇപ്പം ലേശം ഇത് പറഞ്ഞു ആയാസമായി. ഓ, നമ്മുടെ വണ്ടി അവിടെ നിന്ന് ഒടിഞ്ഞ് കയറി വരണ നോക്കിയേ. റിവേഴ്സ് എടുക്കുമോ അതോ ഒറ്റയടിക്ക് പോരുമോ? പോരെ 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 പോരെ. ഇവിടെ നിന്നുള്ള വണ്ടികളെ ഇറക്കി വിട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ വണ്ടി വരുന്നുണ്ട്, വരുന്നുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് കയറാം. മുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ നിറച്ചും വണ്ടികളാ. നോക്കിയേ, വണ്ടികൾ കയറി പോകണം, ബാക്കി വണ്ടി ബ്ലോക്കായിട്ട് നിൽക്കണം. അങ്ങനെ കൊടുത്ത് കയറാനും പറ്റില്ലേ. കണ്ടോ ഇങ്ങനൊരു അവിടെ 2 വണ്ടിയേ ഒരേ സമയം കംപ്ലൈന്റ് ആയി. കറക്റ്റ് ആ പാലത്തിന്റെ അടിയിൽ. അതുകൊണ്ടല്ലടാ ഇത് ഇത്ര ടന്നേജ് വെച്ച് വരുന്ന വണ്ടികളായ കാരണേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചവിട്ടിയാൽ നിന്നില്ലെങ്കിൽ പണി പാളിയില്ലേ. ബാക്കിലുള്ളവൻ ആകെ കൂട്ടടിയാവുന്നു. ഇത് നോക്കി കിലോമീറ്ററോളം ബ്ലോക്കായി തുടങ്ങിയില്ലേ. വളവ് വളവാ, എസ് വളവ് അല്ലേ. ആ ഇനി വളവില്ല. ആ ഇത് കുഴപ്പമില്ല. ലോറിക്കാരുടെ ഒരു ബുദ്ധിമുട്ട് ലോറിക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. പറയുമ്പോൾ എന്തൊരു സുഖ, വെറുതെ കയറി ഇരുന്ന് പോയാൽ മതി എന്ന് പറയും. കട്ടൻസ് അല്ലേ, ഇതല്ലേ കട്ടൻസ്. ഏതെങ്കിലും ഒരു വണ്ടി നിന്നാലേ കയറ്റം കയറി പോകുമ്പോൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വണ്ടികളും നിർത്തേണ്ടി വരും. ഓ ബ്ലോക്ക് കഴിഞ്ഞു എന്നുണ്ടല്ലേ കുറേയൊക്കെ. ഇനി പോവാ. കേരള ബോർഡ് കണ്ടുട്ടോ നമ്മൾ, കേരളത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചെങ്കോട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇത് ആർടി ചെക്ക് പോസ്റ്റ് ആണോ? ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അല്ലേ. അപ്പൊ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് ഇനി വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ ചെക്ക് പോസ്റ്റ് എത്തി എന്നുള്ള കാര്യം ഉറപ്പായി ആണോ? ഫോറസ്റ്റ് ആയതുകൊണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലേക്ക് കയറിയപ്പോ വഴി നന്നായി കണ്ടോ, അടിപൊളി റോഡാണ് നമ്മുടെ. നമ്മൾ കേരളത്തിലേക്ക് ഇറങ്ങി അപ്പം തന്നെ ഒരു ചായ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കേരളം എത്തിയത് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ക്യാമറ ഇരിക്കണുണ്ടോ, ആ ക്യാമറ കണ്ട അപ്പം മനസ്സിലാക്കണം നമ്മുടെ കേരളം എത്തിയത്. വേറെ ഒരു സ്ഥലത്തും ഇതിൻ്റെ ഇത്ര അങ്ങോട്ട് ബഹളം ഉണ്ടാവില്ല. ഇത് പിന്നെ അങ്ങനെയാണ്. ഇത് ഇപ്പം നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് താഴെ കിടന്നായിരുന്ന വണ്ടികൾ മുഴുവൻ മെല്ലെ കയറി വന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തു. ഇനി പാർക്ക് ചെയ്തിട്ട് നേരെ ഒരു ചായ കുടിച്ചിട്ട് ഈ ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒതുക്കി നിർത്തിയിട്ടുള്ളതാണ്. എല്ലാ വണ്ടിക്കാരും അതങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒതുക്കി നിർത്തി ഒരു ചായക്ക് കുടിച്ചിട്ട് പോവാം. നമ്മളെന്തായാലും ഒരെണ്ണം ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ബാ ജീഷ. എല്ലാവർക്കും ചെറുതായിട്ട് ഉറക്കം വന്നു തുടങ്ങിയിട്ടാണ്. സമയം ഇപ്പോൾ എത്രയായിന്ന് അറിയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം എത്രയായി? ഇപ്പോൾ 5:30 അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ചായക്കടയിൽ കയറി ഒരു ചായ അങ്ങോട്ട് കുടിച്ച് ഇനി അങ്ങോട്ട് മെല്ലെ നീങ്ങുമ്പോൾ ഉറക്കമൊക്കെ ചെറുതായിട്ട് കുറയുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നിർത്തിയതാണ്. എന്താണ് വണ്ടികൾ കഴിഞ്ഞിട്ടില്ല, മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട്. എന്നാലും നമുക്കിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. തിരക്ക് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. നമ്മൾ അവിടുന്ന് കുറച്ചുകൂടി പോന്നു കഴിഞ്ഞപ്പോൾ കേരള ആർ ടി ഒയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
നമ്മളവിടെ പോയി ബില്ലും സാധനങ്ങളൊക്കെ കാണിച്ചു, അവർ സീൽ വെച്ച് തന്നു. അല്ലാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് കേട്ടോ, എനിക്കറിയില്ല, പറയണ കേൾക്കണതാണ്. നമ്മൾ ഈ RTO ചെക്ക് പോസ്റ്റിലൊക്കെ പൈസ കൊടുക്കണം, എന്നിട്ടാണ് കിടന്ന് പോരുന്നത്. നമ്മളവിടെ ചെന്നു, ഈ ബില്ല് കാണിച്ചപ്പോൾ അവർ എന്താ സാധനം എന്ന് ചോദിച്ചു, ഇന്നതാന്ന് പറഞ്ഞു. 2 സ്ഥലത്തും അല്ലാണ്ട് പ്രത്യേകിച്ച് യാതൊന്നും ഉണ്ടായില്ല. ഈ RTO ചെക്ക് പോസ്റ്റിൽ പൈസ സാധാരണ ചോദിച്ചു മേടിക്കുകയാണെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ ചെന്ന് വെറുതെ കൊണ്ടുവന്ന് പൈസ എവിടെയെങ്കിലും ചെന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാരും വേണ്ടാന്ന് പറയില്ല, അതാണ് സംഭവം. അപ്പോൾ ആവശ്യമില്ലാണ്ട് വെറുതെ കാശ് കൊടുക്കണതാണ്. അവർ ചോദിക്കണതോ അല്ലെങ്കിൽ ഒന്നുമില്ല. എല്ലായിടത്തും ഈ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ വെറുതെ കാശ് കൊടുത്ത് ചെല്ലുമ്പോൾ അതൊരു ഇതുപോലെ എന്താ പറയുക, കാശുണ്ടെങ്കിലേ കിടന്നു പോകാൻ പറ്റൂ എന്ന് ഡ്രൈവർമാർ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള ആൾക്കാർ സ്വന്തം അങ്ങോട്ട് വിശ്വസിച്ച് വെച്ചേക്കുക. നമ്മൾ ഒരു പ്രാവശ്യം പോയി നമ്മുടെ വണ്ടിയിൽ കറക്റ്റ് ടണ്ണേജ്, പാസിങ്, ലോഡും അതുപോലെ തന്നെ എന്താ പറയുക പേപ്പറും കാര്യങ്ങളും ഒക്കെ ബില്ലും എല്ലാം കറക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും കണക്ക് പ്രകാരം നമ്മുടെ ഇന്ന് ഇപ്പോൾ ഈ വരുന്ന വരവിൽ ഒറ്റ സ്ഥലത്തും പൈസ മേടിച്ചിട്ടില്ല. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ വെറുതെ ചിലവാക്കാന്നല്ലാണ്ട് ആവശ്യമില്ലെങ്കിൽ ചിലവാക്കേണ്ട ആവശ്യമില്ല. അതന്നെ ആവശ്യം. മനസ്സിലായ അജീഷ് നിനക്ക് വരുന്നതും അതാണ് ആവശ്യം. എന്നിട്ടാ അജീഷ് എഴുന്നിട്ടിരിക്കണം. ഒരുപാട് സിനിമയിലുള്ളൊരു പാലാന്ന് കേട്ടോ അജീഷ് പറയണം. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. കറക്റ്റ് എന്തെന്നാണ് ഈ സ്ഥലത്തിന് പേര് പറയാ, അറിയോ? അയ്യോ, നമ്മുടെ മാപ്പിൽ നോക്കി അറിയായിരുന്നു, പക്ഷെ എന്തായാലും സൂപ്പർ. ഇതിന് മുകളിൽ ട്രെയിൻ പോണതാ. ഇത് കൊല്ലത്ത് ഇങ്ങനെ ഒരു പാലുണ്ടെന്ന് പറയണത്. ഞങ്ങൾ ഇങ്ങോട്ട് വരായിരുന്നു, അത് കണ്ടമാനം അകലെയാന്ന് പറഞ്ഞ കാരണം വരാണ്ടിരുന്നതാ. ഇത് പക്ഷെ വ്യൂ ഇവിടെ നിന്നല്ല, ഇങ്ങനെയല്ല, അവിടെ നിന്ന് താഴ്ത്തുനിന്ന് കിട്ടും അല്ലേ? മനസ്സിലായി. നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ലായിരുന്നു. നീ ഇതാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊല്ലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ പാലം കാണുന്ന പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഞങ്ങൾ നിക്കണത് മറ്റേ ഇവിടെയാ. എന്നിട്ട് ആ ഗരുഡനെ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലം എവിടെയാ? വേറൊരു സ്ഥലത്തായിരുന്നു നിന്നായിരുന്നത്. അവിടെ നിന്ന് ഇവിടേക്ക് കണ്ടമാനം കിലോമീറ്റർ കാണിച്ചു. എന്നാൽ പിന്നെ ഈ വഴിക്ക് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നില്ല. അപ്പം ഞാനങ്ങനെ കണ്ടു ആ പാലം, പക്ഷെ വ്യക്തമായില്ല കേട്ടോ എനിക്ക്. വണ്ടിയിലിരുന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ട കാരണം നേരെ വെളുത്തു തുടങ്ങി, കളർ മാറി ആകാശത്തിൻ്റെ. കണ്ടാ ഇനി നമുക്ക് വെറും എത്ര കിലോമീറ്റർ ഉണ്ട്? 40 കിലോമീറ്ററോ? നമുക്ക് ഫസ്റ്റ് ഇറക്കേണ്ട സ്ഥലം ഏതായിരുന്നു പറഞ്ഞാൽ കൊട്ടാരക്കര അല്ലേ? കൊട്ടാരക്കരയ്ക്ക് ഇനി ഏറെക്കുറെ 40 കിലോമീറ്ററിൻ്റെ അടുത്ത് നിന്ന് കണ്ടാണ് പറഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നേരെ കൊട്ടാരക്കര എത്തി അവിടെ ചെന്ന് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഇറക്കാനുള്ള ആൾക്കാർ വരുമായിരിക്കും അല്ലേ? അതല്ലേ, കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ കട തുറക്കൂല എന്തായാലും. നമ്മളെപ്പോഴും ഇറങ്ങണേന്ന് നമുക്ക് എഴുന്നേക്കണേന്ന് നമ്മളല്ലേ തീരുമാനിക്കണേ. അപ്പൊ എന്തായാലും ആ സമയത്തേക്ക് എന്തായാലും തുറക്കുമെന്ന് വിചാരിക്കാം നമുക്ക്. ഓ, ഇവിടെ ഉണ്ടല്ലോടാ ട്രെയിനിന്റെ പാലം കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഇത് പകല് വരണ്ടായിരുന്നുടാ ഈ ഭംഗി ശരിക്കും ആസ്വദിക്കാനായിട്ട്. ആർച്ച് പാലം ഇതൊക്കെ ബ്രിട്ടീഷുകാർ പണിതല്ലേ മൊത്തം. ഇത് കാണാനായിട്ട് വരികയാണെങ്കിലേ അജീഷ് തഗ്ഗൊക്കെ അടിച്ചു തുടങ്ങിട്ടാ. നിങ്ങൾ ശ്രദ്ധിച്ചാ മാറ്റം വന്നു. അവന് കല്യാണത്തിന് പോലും ക്യാമറയിൽ പ്രത്യക്ഷപ്പെടാത്ത ഇവന്തേ ഇവ ഇരുന്ന് തമാശയൊക്കെ പറയണു. എടാ അത് ശരിയാ, പകല് വന്നു കഴിഞ്ഞാൽ ലോഡ് ഇറക്കാൻ പറ്റില്ല. വീതി പറഞ്ഞ വഴിയാട്ടാ. കാടാണോ ശരിക്കും ഇത്? ഫോറസ്റ്റ് തന്നെയാണെന്നുണ്ടല്ലേ? ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. ഫോറസ്റ്റുകാരും പേപ്പറൊക്കെ മേടിച്ച് നോക്കിയിട്ട് ഫുള്ള് വരുന്ന വഴിക്ക് ഏതെങ്കിലും കാക്കി കണ്ട അവരൊക്കെ വെറുതെ എല്ലാ സാധനങ്ങളും മേടിച്ച് നോക്കും. പിന്നെ വണ്ടിക്കാർ നിർത്തി അത് മുഴുവൻ കാണിച്ചു കൊടുക്കണം. എന്താ പറ്റിയ കയറി വരാൻ പറ്റാണ്ട് ഇപ്പോഴാണോ പുള്ളി? എന്ത് നിർത്തിണ്ടായിരുന്ന വളവിൽ അങ്ങനെ തന്നെ നമ്മൾ വരുന്ന കണ്ടിട്ട് നിർത്ത്. അടുത്ത വണ്ടി വരുന്നുണ്ട്. ഒരു ഹോണടി കിട്ടും ഇല്ല അല്ലേ? ഒരു ഹോണടി എയർ ഹോണിന്റെ അടി കിട്ടും. എസ് വളവാണേ. യു ടേൺ ഇല്ല, വണ്ടിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ പുനലൂര് എത്തിയിട്ടുണ്ട് കേട്ടോ. പുനലൂര് പാലത്തിന്റെ അയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് തൂക്കുപാലം, അത് തന്നെ അപ്പുറത്തെ സൈഡിൽ തൂക്കുപാലം ഉണ്ടായിരുന്നു. അതെന്തായാലും കാണിച്ചു തന്നാലും കാണാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം മെയിൻ പാലം മാത്രമേ കാണുള്ളൂ. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് എവിടേക്കാണ് പോകേണ്ടത്? നേരെ തന്നെ ഒരേ ഒരു വഴി.
ഇപ്പോൾ വെറും 10 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഫുള്ള് മുകേഷിൻ്റെ പടമാണല്ലോ. കൊല്ലം മൊത്തം മുകേഷാണ്. ഇല്ലെങ്കിൽ ഈ സമയമായിരുന്നു തിരക്കില്ലാത്തത്. ഇല്ലെങ്കിൽ ഇവിടെ കഴിച്ച് പറിച്ച് പോവാം. അപ്പോൾ നമുക്ക് നേരെ അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇറക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ കടയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.